ദൈവം ഓരോ വ്യക്തിയെയും സൃഷ്ടിക്കുന്നതും കഴിവുകൾ നൽകുന്നതും ഒരു പ്രത്യേക നിയോഗത്തിലാണെന്ന് ക്രിസ്ത്യൻ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നു. സഭയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ശുശ്രൂഷകളിലൊന്നാണ് മതബോധനം. കത്തോലിക്ക വിശ്വാസം തലമുറകളോളം കൈമാറുന്ന പരമോന്നതമായ ശുശ്രൂഷയാണിത്. യേശുക്രിസ്തു തന്നെയാണ് എല്ലാ മതബോധനത്തിന്റെയും ഉറവിടം. ദൈവത്തെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ക്ഷണിക്കുവാൻ പ്രാർത്ഥനയിലൂടെ നമുക്കാകും. ദൈവം കടന്നു വരുന്നതാകട്ടെ അപ്രതീക്ഷിത സമയങ്ങളിലും മാർഗങ്ങളിലുമായിരിക്കും. ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വിദ്യാർത്ഥികളുടെ മനസ്സിലെ അന്ധകാരം നീക്കി ക്രിസ്തുവാകുന്ന പ്രകാശം നിറയ്ക്കുന്നവരാണ് മതബോധന അധ്യാപകർ. സ്വാഗതം ആശംസിക്കുന്നതിനായി ആനന്ദാറ മതബോധന യൂണിറ്റ് ഹെഡ് മാസ്റ്റർ ജിതു സാറിനെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, നമ്മുടെ മതബോധനം നിത്യതയുടെ സംയുക്ത വാർഷികം നമ്മൾ നടക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ ഇവിടെ ഒത്തിരിയധികം പ്രവർത്തനങ്ങൾ നടത്തി. അതിൻ്റെ ഒരു വിലയിരുത്തൽ ഇവിടെ നടക്കും. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം ഊർജ്ജസ്വലമായിട്ട് ചെയ്യുവാനായിട്ട് ശക്തി തരണമേ എന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. നമുക്കറിയാം, മതബോധനം ഒരു വ്യക്തിയുടെ ആജീവനാന്ത പ്രവർത്തനമാണ്. ഒരു മനുഷ്യൻ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ മതബോധനം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നേറിയാൽ സ്വഭാവ രൂപീകരണവും അതോടൊപ്പം ഇടവകയിലും സമൂഹത്തിലും പരിസരങ്ങളിലും എല്ലാം നല്ല വ്യക്തിയായിട്ട് വളരുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ മതബോധനം ഞായറാഴ്ചകൾ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഭവനത്തിൽ നിന്നും ആരംഭിച്ച് വിവിധ തലങ്ങൾ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിനായിട്ട് നമുക്കെല്ലാവർക്കും സർവീസിനോട് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നതാണ്. ആദ്യമേ തന്നെ സ്വാഗതം ആശംസിക്കുവാനുള്ളത് നമ്മുടെ ഇന്നത്തെ ഈ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷ പദം അലങ്കരിച്ചിരിക്കുന്നത് ഏറെ ബഹുമാനമുള്ള സുരേഷ് ബാബു അച്ഛനാണ്. അച്ഛൻ നമ്മുടെ മതബോധന പ്രവർത്തന എക്സിക്യൂട്ടീവ് സെക്രട്ടറി അച്ഛനാണ്. ഏകദേശം ഒരു വർഷത്തോളം കാലമായി നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം ഏകോപിപ്പിച്ച് അച്ഛൻ നയിക്കുകയാണ്. നമ്മുടെ മീറ്റിങ്ങുകളിലെല്ലാം HMമാരുടെ മീറ്റിങ്ങുകളെല്ലാം അച്ഛൻ പങ്കെടുക്കാറുണ്ട്. ഓൺലൈൻ മീറ്റിങ്ങുകളിലും അച്ഛനും സഹകരിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ്റെ പ്രവർത്തനം വളരെയധികം വിലപ്പെട്ടതാണ്.
അപ്പോൾ ഇന്നിവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനമുള്ള സുരേഷ് ബാബു അച്ഛനെ നമ്മുടെ ഈ വാർഷിക സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം പറയുവാനുള്ളത് നമ്മുടെ ഇടവികാരി ഏറെ ബഹുമാനമുള്ള അച്ഛനാണ്. നമുക്കറിയാം എല്ലാ കാര്യങ്ങളിലും പല മേഖലകളിൽ അച്ഛൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പ്രവർത്തിക്കുന്ന മേഖലകളെല്ലാം തൻ്റെതായിട്ടുള്ള ഒരു കയ്യൊപ്പ് വയ്ക്കുവാനായിട്ട് മുദ്ര വയ്ക്കുവാനായിട്ട് അച്ഛൻ ശ്രമിക്കാറുണ്ട്. അത് ഏത് മേഖലയായിരുന്നല്ലോ നമുക്കറിയാം. നമ്മുടെ ഇടവക വികാരിയാണ് അച്ഛൻ. അതോടൊപ്പം രൂപതയിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ കുരിശുമല ഡയറക്ടറാണ്. അതോടൊപ്പം റീജിയണൽ കോർഡിനേറ്ററാണ്. നമ്മുടെ ലോ കോളേജിന്റെ ചെയർമാൻ. അപ്പോൾ എല്ലാ തലങ്ങളിലും അച്ഛൻ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മതബോധനത്തിന്റെ കാര്യങ്ങൾ നമ്മുടെ അധ്യാപകരുടെ മീറ്റിങ്ങുകളിലൊക്കെ അച്ഛൻ വരാറുണ്ട്. അസംബ്ലിക്ക് നമ്മുടെ കുട്ടികളുമായി സംസാരിക്കാറുണ്ട്. നമ്മുടെ ക്ലാസുകൾ സന്ദർശിക്കാറുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ബഹുമാനമുള്ള അച്ഛന്റെ നിർദ്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ഇടവകാരി മോത്സവത്തിൽപ്പെട്ട അച്ഛനെ ഏറെ ബഹുമാനത്തോടുകൂടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തായിട്ട് ആശംസകൾ സംസാരിക്കുന്നത് നമുക്ക് അറിയാം. നമ്മുടെ സംഘവികാരി അച്ഛൻ നമുക്ക് ഇവിടെ ഉണ്ട്, അരുണച്ചൻ. അച്ഛനും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ മേഖലകളിലും ബഹുമാനമുള്ള അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളിലും തന്ന് നമ്മോട് കൂടെയായിരുന്ന് നമ്മെ കൂട്ടുപിടിപ്പിച്ച് എല്ലാ കാര്യങ്ങളും തിരക്കി നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വഴി നടത്തുന്ന ബഹുമാനമുള്ള അരുണച്ചന് ഈ അവസരം നമ്മുടെ ഈ വാർഷിക സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം അർപ്പിക്കാനുള്ളത് ബഹുമാനമുള്ള സിസ്റ്റർ റീന തോമസ് ആണ്. നമുക്കറിയാം നമ്മുടെ കോൺവെന്റ് മദർ സുപ്പീരിയർ, നമ്മുടെ മതബോധന ക്ലാസ് അധ്യാപക. അതോടൊപ്പം ഫൊറോനയിലെ സിസ്റ്റർ ആനിമേറ്ററാണ് ബഹുമാനമുള്ള സിസ്റ്റർ. അപ്പോൾ ഫൊറോന മതബോധന പ്രവർത്തനങ്ങളിലും സിസ്റ്ററിന്റെ കയ്യൊപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ വാർഷിക സമ്മേളനത്തിലേക്ക് ഏറെ ബഹുമാനമുള്ള സിസ്റ്ററെ ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം പഠിപ്പിക്കാനുള്ളത് നമ്മുടെ ജയന്തി ടീച്ചറാണ്. ടീച്ചറെ നമ്മുടെ ഫൊറോന ആനിമേറ്ററാണ്. മതബോധനത്തിന്റെയും അതോടൊപ്പം ലിറ്റിലുകയും. അപ്പോൾ രണ്ടിന്റെയും വാർഷികത്തിൽ നടക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ആനിമേറ്ററെ ഇവിടെ ആയിരിക്കുന്നു. ഞാനെന്ത് സംശയമുണ്ടെങ്കിലും ആദ്യം വിളിച്ച് ചോദിക്കുന്ന ഒരാളാണ് ജയന്തി ടീച്ചർ. അപ്പോൾ എന്ത് തിരക്കായിരുന്നാലും ടീച്ചറെ ഫോൺ അറ്റൻഡ് ചെയ്ത് അതിന്റെ സൊല്യൂഷൻ എനിക്ക് പറഞ്ഞു. അപ്പോൾ വളരെയധികം നമ്മോട് കൂടെ സഹകരിക്കുന്ന ബഹുമാനമുള്ള ജയന്തി ടീച്ചറെ നമ്മുടെ ഈ വാർഷിക സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് സ്വാഗതം അർപ്പിക്കാനുള്ളത് നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീമതി ജിബിനാണ്. നമുക്കറിയാം മതബോധനത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ PTA പ്രവർത്തനവും അതിൽ ഒരു പങ്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ അവരുടെ സേവനം ലഭ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതോടൊപ്പം നമുക്കിവിടെ ഒരു ഡാൻസ് അക്കാദമി PTA നേതൃത്വം നടത്തി വരുന്നു. അപ്പോൾ ഇതിനെല്ലാം ചുറ്റാൻ പിടിച്ചുകൊണ്ട് ഒരു ടീം വർക്കായിട്ട് മുന്നിൽ നിന്ന് നയിക്കുന്ന ഏറെ ബഹുമാനമുള്ള നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീമതി ജിബിനെ നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സമർപ്പിക്കാനുള്ളത് കുമാരി അയനയാണ്. അയന അറിയാം നമ്മുടെ വിദ്യാർത്ഥി പ്രതിനിധിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എല്ലാ പ്രോഗ്രാമിലും കുമാരി അയനയുടെ സേവനം ഇവിടെ ലഭ്യമാണ്. കാരണം ഇപ്പോൾ നമുക്ക് പിള്ളേരെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും കുമാരി അയന ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോടുകൂടെ നമ്മുടെ കുട്ടികളെ മുന്നിൽ നയിക്കുകയാണ്. അപ്പോൾ കുമാരി അയനയ്ക്ക് നമ്മുടെ ഈ വാർഷിക സമ്മേളനത്തിലേക്ക് ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാൻ. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുന്ന വിവിധ ശുശ്രൂഷ പ്രതിനിധികളുണ്ട്. ജെനിഫർ ലിറ്റിലെ പ്രതികരിച്ച് ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കും. റോഷൻ അൽത്താര ബാലക ശുശ്രൂഷകരെ പ്രതികരിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കും. ശ്രീമതി ജിനൂറാണി മതബോധനത്തിന്റെ പ്രതികരിച്ച് ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കും. ഷീല ജോസ് വിദ്യാഭ്യാസ ശുശ്രൂഷ സെക്രട്ടറിയാണ്. അവരെ ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കും. അതുപോലെ ശുശ്രൂഷ സെക്രട്ടറി സജീവ്മാർ സാറ് ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കും.
അപ്പോൾ ഇവരെല്ലാവരെയും ഞാനിവിടെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമുക്കറിയാം നമ്മുടെ മതബോധനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറെ നല്ല രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ മതബോധന അധ്യാപകരാണ്. അധ്യാപകരെ ഈ സമ്മേളനത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മതബോധന സമിതിയോട് ചേർത്ത് നിന്ന് നിങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി തന്നെ അത് തന്നെയാണ് നമ്മുടെ വിജയം. അപ്പോൾ നിങ്ങളുടെ മക്കളെ നമ്മുടെ മതബോധന സമിതിയിലേക്ക് അയക്കുകയും നിങ്ങളുടെ മതബോധന പ്രവർത്തനങ്ങളിൽ നിങ്ങളോട് കൂടെ സഹകരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും നമ്മുടെ ഈ വാർഷിക സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുക. അതോടൊപ്പം നമ്മുടെ കുഞ്ഞു മക്കളുണ്ട്, മതബോധന വിദ്യാർത്ഥികളുണ്ട്, പേരൻസ് കൗൺസിൽ അംഗങ്ങളുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ മതബോധനത്തിന്റെ ലിറ്റിൽ റിവയുടെ വാർഷിക സമ്മേളനത്തിലേക്ക് ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശ്വാസ പരിശീലനം പ്രവൃത്തി കേന്ദ്രീകൃതമാകണം. ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള കഴിവും അടുക്കും ചിട്ടയും ഉണ്ടാകണം. ലിറ്റിലെ അൽത്താര ശുശ്രൂഷ, മതബോധനം, അജപാല ശുശ്രൂഷ, വിദ്യാഭ്യാസ ശുശ്രൂഷ എന്നീ സമിതികളുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി സെക്രട്ടറിമാരെ ക്ഷണിക്കുന്നു. ആദ്യമായി ലിറ്റിലെ ജനിഫർ. അധ്യയന വർഷത്തിലെ ലിറ്റിൽ വേ അസോസിയേഷൻ പ്രവർത്തന റിപ്പോർട്ട്. ആനപ്പാറ ഹോളി ക്രോസ് ദേവാലയത്തിലെ 2024 ജൂൺ 15-ാം തീയതി ലിറ്റിൽ വേ ക്ലാസുകൾ ആരംഭിച്ചു. 60 കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ യൂണിറ്റിൽ ലളിത, വിജയ്, വിപിൻ, സിസ്റ്റർ റീന തോമസ്, അൽമ, ജോസ്ന, കെവിൻ എന്നിവർ ആനിമേറ്റേഴ്സായി പ്രവർത്തിച്ചു വരുന്നു. കുട്ടികളുടെ ആധ്യാത്മിക ഭൗതിക വളർച്ചയ്ക്ക് ആവശ്യമായ ക്ലാസുകൾ കൂടുതൽ ആനന്ദകരവും അനുഭവഹേതുവുമാക്കുവാൻ ബൈബിൾ ഭാഗാവതരണം, പഠന ശിബിരം, കളികൾ, ആക്ഷൻ സോങ് എന്നിവ നടത്തിവരുന്നു. കൊറോണ കാലത്തിൽ എല്ലാ 2ാം ശനിയാഴ്ചയും നടക്കുന്ന ജീസസ് ഫ്രണ്ട് സെമിനാറിൽ നമ്മുടെ ലിറ്റിൽ വേ യൂണിറ്റിൽ 25 മുതൽ 30 വരെയുള്ള കുട്ടികൾ സ്ഥിരമായി പങ്കെടുത്തു വരുന്നു. 6/10/2024 വിശുദ്ധ കൊച്ചുദേശീയ ദിനം വളരെ മനോഹരമായി ആഘോഷിച്ചു. അന്നേ ദിവസത്തെ എല്ലാ ക്രമീകരണങ്ങളും കുട്ടികൾ ചെയ്തു. 27/12/2024 വളരെ മനോഹരമായി ക്രിസ്മസ് ആഘോഷം നടത്തി. 28/4/2025 ലിറ്റിൽ വേ കുട്ടികൾ അംഗപരിമിതികളുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ആശ്രമം സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ ധാന്യങ്ങൾ, വസ്ത്രങ്ങൾ, മരുന്നുകൾ മുതലായവ നൽകുകയും ചെയ്തു. കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും ആത്മീയ ഭൗതിക വളർച്ചയ്ക്കുമായി വിനോദയാത്ര സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും ആനിമേറ്റേഴ്സും പങ്കെടുത്തു. കുരിശുമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടന്ന ലിറ്റിൽ വേ സംഗമത്തിൽ കുട്ടികളും ആനിമേറ്റേഴ്സും പങ്കെടുത്തു. 2024-25 അധ്യയന വർഷത്തിലെ യൂണിറ്റ് പ്രസിഡന്റായി അക്ഷയ് വീരസിനെയും വൈസ് പ്രസിഡന്റായി അനിതയും സെക്രട്ടറിയായി അയനയും ജോയിന്റ് സെക്രട്ടറിയായി അഭിനയും ഖജാൻസിയായി ജോർജിയും നിലവിൽ പ്രവർത്തിച്ചു വരുന്നു. വിശുദ്ധ കൊച്ചുദേശിയായുടെ ആധ്യാത്മിക ചൈതന്യം സ്വന്തമാക്കുവാൻ ഞങ്ങളെ നിരന്തരം സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങളോടൊത്ത് സഹകരിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഇടവക വികാരി കോസ്മോ വിൽസൺ കെ ടീച്ചർ അച്ഛനും സഹവികാരി അരുൺ അച്ഛനും സംസ്ഥേഷനും ആനിമേറ്റേഴ്സിനും സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. ഈ റിപ്പോർട്ട് വേദിയിൽ സമർപ്പിക്കുന്നു. താങ്ക് യു ജെനി. അൽത്താര ശുശ്രൂഷ റോഷൻ. ആനപ്പാറ ഹോളി ക്രോസ് ദേവാലയത്തിലെ അൽത്താര ബാലകളുടെ റിപ്പോർട്ട്. 2024 ജൂൺ മാസം 2-ാം തീയതി ഇടവക വികാരി മോൺസിഞ്ഞോർ വിൻസൻ കെ പീറ്റർ അച്ഛന്റെ നേതൃത്വത്തിൽ ഒരു യോഗം കൂടുകയും ഫാദർ അരുൺ പ്രിജിത്തും ബ്രദർ അമിനസും പങ്കെടുക്കുകയും ചെയ്തു. ഈ യോഗത്തിൽ അൽത്താര ബാലകർക്കായി പുതിയ ഡ്രസ് സ്വന്തമായി എടുക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു. പൂർവ്വ അൽത്താര ബാലകളുടെ സംഗമം 2K24 16/6/2024 ഞായറാഴ്ച 11 മണിക്ക്
ഈ പ്രോഗ്രാം നടപ്പിലാക്കുകയും ചെയ്തു. 23/6/2024 ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ പൂർവ്വ അൽത്തറ ബാലകരെ പരിചയപ്പെടുത്തുകയും അവിനാശ്, ആസ്റ്റിൻ രാജ്, ഷാജി എന്നിവരെ കൺവീനറായി എടുക്കുകയും ചെയ്തു. എല്ലാ അൽത്തറ ബാലകരും രജതപ്രഭ എന്ന പുസ്തകം നൽകുകയും നിലവിലുള്ള അൽത്തറ ബാലകർക്ക് മാത്രമായി വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ പുസ്തകം നൽകി. ഇതിനെ സംബന്ധിച്ച് ഒരു പരീക്ഷ ഉണ്ടായിരിക്കും. ഈ മീറ്റിംഗിൽ വച്ച് തന്നെ നിലവിലുള്ള അൽത്തറ ബാലകർക്ക് ബുക്കുകൾ നൽകുകയും ചെയ്തു. 21/7/2024 ഞായറാഴ്ച അൽത്തറ ശുശ്രൂഷ സംഘത്തിലേക്ക് സ്വീകരണ കർമ്മം നടന്നു. അൽത്തറ ശുശ്രൂഷ സംഘമാണ് ദിവ്യബലിക്ക് നേതൃത്വം നൽകിയത്. ഈ ശുശ്രൂഷ നിർവഹിക്കാൻ സന്നദ്ധരാണെന്നും സന്തോഷത്തോടെ കർത്താവിന്റെ ആലയത്തിൽ വന്ന് വിശുദ്ധിയോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുമെന്നും സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ അൽത്തറ ബാലകരായ ജൂഡ്, സിനോ, റോഷൻ, സഞ്ജിത്ത്, അഫൈ, അലക്സ് എന്നിവർ അൽത്താരയിലേക്ക് പ്രവേശിച്ചു. 18/8/2024 ഞായറാഴ്ച സിസ്റ്റർ റീന തോമസിന്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് കൂടുകയും മീറ്റിംഗിൽ അൽത്താരയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പേരും എന്തിനുപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നും അൽത്താരയിൽ എങ്ങനെ ആയിരിക്കണമെന്നും എന്നതിനെ കുറിച്ച് സിസ്റ്റർ ക്ലാസ് എടുക്കുകയും ചെയ്തു. 26/11/2024 അൽത്താര ബാലകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബെർക്ക്മെൻസിന്റെ തിരുനാൾ ആഘോഷിച്ചു. 27/12/2024 വെള്ളിയാഴ്ച രാവിലെ 7:30 വിൻസെന്റ് കെ പീറ്റർ അച്ഛന്റെ നേതൃത്വത്തിൽ അൽത്താര ബാലകരുടെയും ഗായക സംഘത്തിന്റെയും ക്രിസ്മസ് ആഘോഷം നടന്നു. ഈ യോഗത്തിൽ വച്ച് അൽത്താര ബാലകരുടെ ലീഡറായി അക്ഷയ് VS-നെയും സെക്രട്ടറിയായി റോഷൻ SR-നെയും തിരഞ്ഞെടുത്തു. തുടർന്ന് സ്നേഹവിരുന്നോടുകൂടി ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുകയും ചെയ്തു. 2025 ജനുവരി 2 അൽത്തറ ബാലകരുടെയും ഗായക സംഘവും ചേർന്ന് വിനോദയാത്ര പോയിരുന്നു. നിലവിൽ 14 അൽത്തറ ബാലകർ ശുശ്രൂഷ ചെയ്യുന്നു. റോഷൻ, അക്ഷയ്, അലക്സ്, ജൂഡ്, സിനോ, സഞ്ജിത്ത്, അഫൈ, അജോ ക്ലമൻ, ആര്യൻ, കിരൺ, അശ്വിൻ, അഭിഷേക്, വൈശാഖ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സഹായമേകുന്ന ദൈവത്തിനും അച്ഛനും ഉപദേശിക്കും സിസ്റ്ററിനും ബ്രദേഴ്സിനും ഈ അവസരത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. താങ്ക് യു റോഷൻ. അജപാലന ശുശ്രൂഷ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി സജിതയെ ക്ഷണിക്കുന്നു. ആനപ്പാറ ഓർത്തോസ് ദേവാലയത്തിലെ 2025-2028 വർഷത്തെ അജപാലന സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് യോഗം 12/1/2015 ഞായറാഴ്ച ഇടവക വികാരി റൈറ്റ് റെവറൻഡ് ഡോക്ടർ മോൺസിംഗർ വിൻസെന്റ് കെ പീറ്റർ അധ്യക്ഷതയിൽ നടന്നു. അജപാലന സെക്രട്ടറി ശ്രീമാൻ പി സജികുമാർ, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി സജിത സന്തോഷ്, ഖജാൻജി ശ്രീമതി ബിന്ദു, കൺവീനർമാർ ശ്രീമതി സ്വപ്ന, ശ്രീമാൻ ആൽഫ്രഡ്, ശ്രീമതി ശ്രീലത, ശ്രീമതി സുലോചന, ശ്രീമാൻ ഗോപി. പന്ത്രണ്ട് 1/2025 ഇടവക അജപാലന സമിതി നിലയിൽ വന്നു. 18/1/2025 അഭിവന്ധ്യ പിതാവ് ഇടവക സന്ദർശിക്കുകയുണ്ടായി. അന്നേ ദിവസം ജർമ്മനിയിൽ നിന്നെത്തിയ വിശ്വാസികൾക്ക് ഇടവക നല്ലൊരു സ്വീകരണം നടത്തുകയുണ്ടായി. മാർച്ച് 5 നടന്ന വിഭൂതി തിരുനാൾ ദിനത്തിൽ ഇടവക ജനങ്ങൾ വളരെ ഭക്തിയോടെ നോമ്പുകാലം ആരാധനയിലേക്ക് പ്രവേശിച്ചു. കുരിശുമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടന്ന വിശ്വാസ പ്രഖ്യാപന റാലിയിൽ ഇടവകയിൽ നിന്നും നല്ലൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഏപ്രിൽ 13 ഞായർ നടന്ന ഓശാന ഞായർ ഘോഷയാത്ര വെള്ളടയിൽ നിന്നും ആരംഭിച്ച് ദേവാലയത്തിൽ അവസാനിച്ചു. ഇടവക വികാരി മോൺസിംഗർ ഡോക്ടർ വിൻസെന്റ് കെ പീറ്റർ അച്ഛൻ നേതൃത്വം നൽകി. സഹവികാരി അരുൺ പി ജിത്ത് അച്ഛൻ, ബദനി കോൺവെന്റ് സിസ്റ്റേഴ്സ്, ഇടവക ജനങ്ങൾ ഭക്തിയോടെ ഓശാന ഞായർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. പെസഹവേളം ആരാധനയിൽ യേശുക്രിസ്തു നടത്തിയ ശിഷ്യന്മാരുടെ പാദം കഴുകൽ കർമ്മം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇടവകയിൽ പാദശാലന കർമ്മം നടത്തി.
ദുഃഖ വെള്ളിയാഴ്ച നടന്ന കുരിശിന്റെ വഴി അടീക്കലം ഇടവകയിൽ നിന്നും ആരംഭിച്ച് ഹോളിക്രോസ് ദേവാലയത്തിൽ സമാപിച്ചു. ഈസ്റ്റർ ദിന ആരാധനയിലേക്ക് ഇടവക വികാരി ഡോക്ടർ മോൺസിംഗർ വിൻസൻ കെ പീറ്റർ അച്ഛൻ നേതൃത്വം നൽകി. സഹവികാരി അരുൺ പി ജിത്തച്ഛൻ, ബദനി കോൺവെന്റ് സിസ്റ്റേഴ്സ്, വിവിധ ഭക്ത സംഘടനകൾ, ഇടവക ജനങ്ങളും പങ്കെടുത്തു. ആഗോള കത്തോലിക്ക സഭയുടെ ഇടയൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്നനുബന്ധിച്ച് ഇടവകയാൽ വിശേഷ കുർബാന നടത്തി. മതബോധന കമ്മീഷന്റെ നേതൃത്വത്തിൽ മാർച്ച് മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് നടത്തിയ പരീക്ഷ ഒരുക്ക ധ്യാനത്തിൽ മതബോധന വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മതബോധന വിദ്യാർത്ഥികളുടെ വിയർപ്പ് വളരെയധികം ഭക്തിയോടെ നടത്തുകയുണ്ടായി. അതിന് ഇടവകയിലെ BCCകൾ, ഇടവക അജപാലന സമിതി, സിസ്റ്റേഴ്സ്, അധ്യാപകർ, മറ്റ് ഭക്ത സംഘടനകളോടും കൂടെ പൂർണ്ണമായ പിന്തുണ നൽകുകയുണ്ടായി. സുവിശേഷവൽക്കരണ കമ്മീഷന്റെ നേതൃത്വത്തിൽ രോഗി സന്ദർശനം, ഭവന സന്ദർശനം, രോഗികൾക്ക് ഭവനങ്ങളിൽ ദിവ്യകാരുണ്യം നൽകൽ, ആദ്യ കുർബാന സ്വീകരിക്കുന്ന മുതിർന്നവർക്കുള്ള ക്ലാസ് തുടങ്ങിയവ നടത്തിവരുന്നു. ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥന നടത്തുവാനും ജപമാല ചൊല്ലൽ, സന്ധ്യാപ്രാർത്ഥന, ബൈബിൾ വായന തുടങ്ങിയവ ഭക്തിയോടെ നടത്തുന്നതിനായി ഇടവക ജനങ്ങളെ പ്രചോദനം നൽകി വരുന്നു. ബൈബിൾ കമ്മീഷന്റെ നേതൃത്വത്തിൽ എല്ലാ ഭവനങ്ങളിലും POC ബൈബിൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. കൂടാതെ ബൈബിൾ വായന പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. കരിസ്മാറ്റിക് മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ദേവാലയത്തിൽ വൈകുന്നേരം പ്രാർത്ഥന നടത്തി വരുന്നു. കൂടാതെ ആവശ്യപ്പെടുന്ന ഭവനങ്ങളിൽ പ്രാർത്ഥനയും നടത്തി വരുന്നു. നാളിതുവരെ ഇടവകയിൽ നടന്നു വരുന്ന എല്ലാ വിവിധ പ്രോഗ്രാമുകൾക്കും നമ്മോട് കൂടെയുള്ള സർവശക്തനായ ദൈവത്തിനും ഇടവക വികാരിക്കും പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്കും ഇടവക അംഗങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിച്ചുകൊള്ളുന്നു. താങ്ക് യു സജിത. വിദ്യാഭ്യാസ ശുശ്രൂഷ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ബിന്ദുവിനെ ക്ഷണിക്കുന്നു. വിശുദ്ധ കുരിശിൻ്റെ ദേവാലയം ആനപ്പാറ വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതിയുടെ 2025 ജനുവരി മുതൽ മെയ് വരെയുള്ള പ്രവർത്തന റിപ്പോർട്ട്. പരീക്ഷാ ഒരുക്ക ധ്യാനം 23/2/2025 ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇടവകയിലെ +2 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഇടവക വിദ്യാഭ്യാസ സമിതിയും മതബോധന കമ്മീഷനും സംയുക്തമായി പരീക്ഷാ ഒരുക്ക ധ്യാനം സംഘടിപ്പിച്ചു. ബഹുമാനപ്പെട്ട ഇടവക സഹവികാരി അരുണച്ചൻ ധ്യാനം ഉദ്ഘാടനം ചെയ്തു. 46 കുട്ടികൾ പങ്കെടുത്തു. ബ്രദർ ആദർശ്, ബ്രദർ അഭിലാഷ് എന്നിവർ ധ്യാനം നയിച്ചു. പ്രതിഭാഘോഷണ സെമിനാർ 2025 ഏപ്രിൽ 5 നെയ്യാറ്റിങ്കര ലോഗോസ് പാസ്റ്റർ സെന്ററിൽ വെച്ച് നടന്ന പ്രതിഭാഘോഷണം സെലക്ഷൻ സെമിനാറിന് നമ്മുടെ ഇടവകയിൽ നിന്ന് 2 കുട്ടികൾ പങ്കെടുത്തു. അവർക്ക് സെലക്ഷനും ലഭിച്ചു. പ്രതിഭാഘോഷണ ക്യാമ്പ് രൂപത വിദ്യാഭ്യാസ സമിതി സംഘടിപ്പിക്കുന്ന പ്രതിഭാഘോഷണ ക്യാമ്പിന് നമ്മുടെ ഇടവകയിൽ നിന്ന് 1 വിദ്യാർത്ഥി പങ്കെടുത്തു. നോളജ് ക്ലബിലെ കുട്ടികൾക്ക് വേണ്ടി ഇടവകയിൽ മത്സരം സംഘടിപ്പിക്കുകയും വിജയികളെ ഫെറോന രൂപത മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു. ഫെറോന മത്സരത്തിന് വർഷികയ്ക്ക് ഫസ്റ്റും വൈഷ്ണയ്ക്ക് 3rd ലഭിച്ചു. രൂപത മത്സരത്തിന് വർഷികയ്ക്ക് 3rd റാങ്ക് ലഭിച്ചു. കരിയർ ഗൈഡൻസ് ക്ലാസ് 18/5/2025 വിദ്യാഭ്യാസ മേഖലയെ പരിചയപ്പെടുത്തുന്നതിനായി SSLC +2 ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് സിവിൽ സർവീസ് മേഖലയെക്കുറിച്ച് വിദ്യാഭ്യാസ സമിതിയും മതബോധന കമ്മീഷനും സാമൂഹ്യ ശുശ്രൂഷ സമിതിയും സംയുക്തമായി ക്ലാസ് സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയും മോട്ടിവേറ്ററുമായ ശ്രീമതി സിമി ക്ലാസ് നയിച്ചു. 32 കുട്ടികൾ പങ്കെടുത്തു. നെറ്റ് നിലവിൽ 64 കുട്ടികൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. മാർച്ച് 31 വരെ 3,44,440 രൂപ നിക്ഷേപമായി രൂപതയിൽ അടച്ചിട്ടുണ്ട്. നാളിതുവരെയുള്ള എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. നമുക്ക് വേണ്ട രീതിയിൽ പ്രോത്സാഹനവും നിർദ്ദേശങ്ങളും നൽകുന്ന ബഹുമാനപ്പെട്ട ഇടവക വികാരി മോൺസിഞ്ഞോർ വിൽസൺ കെ പീറ്റർ അവർകൾക്കും
സഹവികാരി ഫാദർ അരുൺ ബി ചിത്തച്ചനും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ഇടവക പാരിഷ് കൗൺസിലിനും ഇടവക വിദ്യാഭ്യാസ സമിതി അംഗങ്ങൾക്കും ഇടവക കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. താങ്ക് യു ബിന്ദു. മതബോധന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി സെക്രട്ടറി ബിനുറാണിയെ ക്ഷണിച്ചോളുന്നു. ആനപ്പാറ വിശുദ്ധ കുരിശിന്റെ ദേവാലയത്തിലെ 2024-25 അധ്യയന വർഷത്തെ മതബോധന വാർഷിക റിപ്പോർട്ട്. സഭയുടെ ശുശ്രൂഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസ പരിശീലനം അഥവാ മതബോധനം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ വാക്കുകളിൽ സഭയുടെ വിശുദ്ധമായ കടമയും അതുപോലെ അനുപേക്ഷണീയമായ അവകാശവുമാണ് മതബോധനം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും, പ്രത്യേകിച്ച് വിശ്വാസം സ്വീകരിക്കുക, വിശ്വാസമനുസരിച്ച് ജീവിക്കുക, വിശ്വാസം പങ്കുവയ്ക്കുക എന്നീ തലങ്ങളെ എക്കാലവും സ്വാധീനിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷയാണിത്. നമ്മുടെ വിശ്വാസം ബൗദ്ധിക ജീവിതത്തിൽ മാത്രം ഒതുങ്ങാതെ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിലേക്കും ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങളിലേക്കും വളരേണ്ടതുണ്ട്. വിശ്വാസ പരിശീലന വേദി ഇന്ന് അനേകം വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നുണ്ട്. മാതാപിതാക്കളുടെയും കുട്ടികളുടെയും താല്പര്യക്കുറവ്, സ്കൂൾ വിഷയങ്ങൾക്ക് നൽകുന്ന അമിത പ്രാധാന്യം എന്നിവയെല്ലാം നമുക്ക് ചുറ്റും കാണുന്ന വെല്ലുവിളികളാണ്. ഈശോയുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് കുട്ടികളെ നയിക്കുവാൻ വിശ്വാസ പരിശീലനം വഴിതെളിക്കണം. വിശ്വാസ പരിശീലനത്തിലൂടെ ദൈവമക്കളുടെ ജീവിതം നയിക്കാൻ നാം പര്യാപ്തമാകണം. ഈശോ കേട്ടതുപോലെ കേൾക്കാനും ഈശോ കണ്ടതുപോലെ കാണാനും ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും മതബോധനം നമ്മെ സഹായിക്കട്ടെ. 2024-25 അധ്യയന വർഷത്തെ മതബോധന ഭരണസമിതിയുടെയും അധ്യാപകരുടെയും തിരഞ്ഞെടുക്കാനുള്ള യോഗം 19/5/24 ഞായറാഴ്ച രണ്ടാമത്തെ ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരി മോൺസിഞ്ഞോർ വിൻസെന്റ് കെ പീറ്ററിന്റെ നേതൃത്വത്തിൽ നടത്തി. HMI ജിനുസാറിനെയും അസിസ്റ്റന്റ് HMI ലേഖാബിബിൻ ടീച്ചറിനെയും സെക്രട്ടറിയായി ബിനുറാണിയെയും ജോയിന്റ് സെക്രട്ടറിയായി ആദർശ് രാജിനെയും ഖജാൻജിയായി ഷിജിൻ ഫെലിക്സ് സാറിനെയും മറ്റ് കൺവീനർമാരെയും ക്ലാസുകളിലേക്ക് അധ്യാപകരെയും തിരഞ്ഞെടുത്തു. പ്രവേശനോത്സവം. രൂപത നിർദ്ദേശപ്രകാരം 2024-25 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം 9/6/2024 ഞായറാഴ്ച രണ്ടാമത്തെ ദിവ്യബലിയെ തുടർന്ന് നടത്തി. ഇടവക വികാരി മോൺസിഞ്ഞോർ വിൻസെന്റ് കെ പീറ്റേഴ്സൺ പതാക ഉയർത്തി. പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി ആദ്യമായി പ്രവേശിച്ച കുഞ്ഞുകുട്ടികളെ സ്നേഹോപകാരം നൽകി സ്വീകരിച്ചു. ലഘു സമ്പാദ്യ നിക്ഷേപ പദ്ധതി. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇടവക മതബോധന സമിതിയിൽ എല്ലാ ആഴ്ചയും ലഘു സമ്പാദ്യ നിക്ഷേപ പദ്ധതി നടത്തി വരുന്നു. ഈ തുക ആനപ്പാറ ക്രെഡിറ്റ് യൂണിയൻ നിക്ഷേപിക്കുകയും വർഷാവസാനം കുട്ടികൾക്ക് തിരികെ നൽകുകയും ചെയ്യുന്നു. രജിസ്ട്രേഷൻ. 2024-25 അധ്യയന വർഷം LKG മുതൽ മാതാപിതാക്കളുടെ ക്ലാസ് വരെ 270 കുട്ടികളെയും 34 അധ്യാപകരെയും രൂപതയിൽ രജിസ്റ്റർ ചെയ്തു. ലഹരി വിരുദ്ധ ദിനം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് 7/7/2024 ഞായറാഴ്ച ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ സാംസാർ ക്ലാസ് നയിച്ചു. PTA തെരഞ്ഞെടുപ്പ്. 2024-25 അധ്യയന വർഷത്തെ PTA ഭാരവാഹിയുടെ തെരഞ്ഞെടുപ്പ് ദിവ്യബലിയെ തുടർന്ന് നടത്തി. തെരഞ്ഞെടുപ്പിന് സഹവികാരി അരുൺ ബി ചിത്തച്ചൻ നേതൃത്വം നൽകി. PTA പ്രസിഡന്റായി ശ്രീമതി ജിബിനെയും മറ്റ് ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ലീഡേഴ്സ് മീറ്റിംഗ്. മതബോധന ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഓരോ ക്ലാസ്സിൽ നിന്നും 2 ലീഡർമാരെ തിരഞ്ഞെടുത്തു. അവരിൽ നിന്നും സ്കൂൾ ലീഡർമാരായി ഫെബിൻ ഫ്രാൻസിസിനെയും സാന്ദ്ര വിനോദിനെയും സെക്രട്ടറിയായി വർഷികയെയും തിരഞ്ഞെടുത്തു. സാഹിത്യ സമാജം. കുട്ടികളുടെ ക്രിസ്തീയ കലാവാസനകൾ വളർത്തുക, ക്രിസ്തീയ ചിന്താബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സാഹിത്യ സമാജം നടത്തിവരുന്നു. സമ്പൂർണ്ണ ബൈബിൾ പാരായണം. ഇടവക തിരുനാളിനോടനുബന്ധിച്ച് മതബോധന കമ്മീഷന്റെ നേതൃത്വത്തിൽ BCC യൂണിറ്റുമായി ചേർന്ന് സമ്പൂർണ്ണ ബൈബിൾ പാരായണം 50 അംഗങ്ങളുടെ സഹകരണത്തോടെ നടത്തി. ക്രിസ്മസ് ആഘോഷം. അധ്യയന വർഷത്തെ ക്രിസ്മസ് ആഘോഷം 29/2/2024 നടത്തി. ഇടവക വികാരി മോൺസിഞ്ഞോർ വിൻസെന്റ് കെ പീറ്റർ ഉദ്ഘാടനം ചെയ്തു. സഹവികാരി അരുൺ ബീജൻ, സിസ്റ്റർ റീന തോമസ്, ബ്രദർ അബിൻ ഫ്രാൻസിസ്, ബ്രദർ അബിൻ, സ്കൂൾ ലീഡർ ഫെബിൻ ഫ്രാൻസിസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വിവിധ കലാപരിപാടികൾ വിദ്യാർത്ഥികളും അധ്യാപകരെ അവതരിപ്പിച്ചു. സ്നേഹവിരുന്നോടെ ആഘോഷം സമാപിച്ചു. അധ്യാപക സെമിനാർ. 9/2/2025 ആനപ്പാറ അടീക്കര ഇടവകയിലെ അധ്യാപകരെ ഒരുമിച്ച് സെമിനാർ നടത്തി. ഫാദർ അനസി കലിസ്റ്റസ് ക്ലാസ് നയിക്കുകയുണ്ടായി. ലോഗോ സ്കിൽസ്.
ലോഗോസ് ക്വിസ് പരീക്ഷയിൽ വർഷിക, വർഷിണി എന്നിവർ സെന്റർ സമ്മാനത്തിന് അർഹരായി. പഠന ഒരുക്ക ധ്യാനം. മതബോധന വിദ്യാർത്ഥികൾക്കായി 23/2/25 ഞായറാഴ്ച 2 മണി മുതൽ 5 മണി വരെ പഠന ഒരുക്ക ധ്യാനം സംഘടിപ്പിച്ചു. ബ്രദർ ആദർശ്, ബ്രദർ അഭിജിത്ത് എന്നിവർ ധ്യാനം നയിച്ചു. അധ്യയന വർഷത്തെ VFF ക്ലാസുകൾ 21/4/25 മുതൽ 26/4/25 വരെ നടത്താൻ തീരുമാനിച്ചു. പൈസ ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്തതിനാൽ 29/4/25 മുതൽ 3/5/2025 വരെ നടത്തി. ഇടവക വികാരി മോൺസിഞ്ഞർ വിൻസെന്റ് കെ പീറ്റർ ഉദ്ഘാടനം നടത്തി. അധ്യാപകർ നേതൃത്വം നൽകി. BCC യൂണിറ്റുകൾ ഭക്ഷണ ക്രമീകരണം ചെയ്തു. ഫെറോന സെമിനാർ. മുണ്ടൻകോട് മതബോധന കമ്മീഷൻ സംഘടിപ്പിച്ച ഫെറോന സെമിനാർ 9/6/2024, 21/7/2024 എന്നീ തീയതികളിൽ നടത്തി. ഇടവകയിൽ നിന്നും 20 അധ്യാപകർ പങ്കെടുത്തു. ബിബ്കാറ്റ് സംഗമം. നെയ്യാറ്റിൻകര രൂപത മതബോധന സമിതി സംഘടിപ്പിച്ച ബിബ്കാറ്റ് സംഗമം 10/8/2024 ലോഗോസിൽ വെച്ച് നടന്നു. 5 പേർ പങ്കെടുത്തു. രൂപതാതല ബൈബിൾ പാരായണം. ബൈബിൾ തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് ബൈബിൾ പാരായണം നടത്തി. 3/1/2024 വൈകുന്നേരം 6 മണി മുതൽ 1 മണിക്കൂർ സമയം യൂതിത്ത് 1 അധ്യായം മുതൽ 16 അധ്യായം വരെ വായിച്ചു. ഇടവക വികാരി മോൺസിഞ്ഞർ വിൻസെന്റ് കെ പീറ്റർ നേതൃത്വം നൽകി. രൂപതാ പരീക്ഷ. രൂപതാ സമിതി സംഘടിപ്പിച്ച രൂപതാ പരീക്ഷ 12/4/2025 നടത്തി. +2 ക്ലാസ്സിലെ അൽബ 1ാം സ്ഥാനവും വർഷിക 2ാം സ്ഥാനവും കരസ്ഥമാക്കി. സംസ്ഥാന പരീക്ഷയ്ക്ക് യോഗ്യത നേടി. രൂപതാ പരീക്ഷയിൽ ഫെറോന തല സെന്റർ സമ്മാനം +1 ക്ലാസ്സിലെ വർഷിണി അർഹയായി. ലെസ്തോറിയ ക്യൂസ്. രൂപത സംഘടിപ്പിച്ച ലെസ്തോറിയ ക്യൂസ് 12/1/2025 ഇടവകയിൽ നടത്തി. 50 പേർ ഇടവകയിൽ നിന്ന് രജിസ്റ്റർ ചെയ്തു. കർമ്മരമാത തീർത്ഥാടനം. സകല മരിച്ച വിശ്വാസികളുടെയും തിരുനാൾ ദിനത്തിൽ മതബോധന വിദ്യാർത്ഥികളെ, അധ്യാപകരെ ഉൾപ്പെടുത്തി കർമ്മല മാതാമര തീർത്ഥാടനം നടത്തി. മാതാമര കുർബാനയിൽ പങ്കെടുത്തു. വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു കർമ്മല മാതാമര തീർത്ഥാടനം നൽകിയത്. ക്രിസ്ത്യൻ ധ്യാനം. ഇടവക തിരുനാളിനോടനുബന്ധിച്ച് മതബോധന വിദ്യാർത്ഥികളെ ക്രിസ്ത്യൻ ധ്യാനം സംഘടിപ്പിച്ചു. ഫാദർ ജിനു റോസ് ധ്യാനം നയിച്ചു. ഇടവക മതബോധന പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശങ്ങളും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഇടവക വികാരി മോൺസിഞ്ഞർ വിൻസെന്റ് കെ പീറ്റർ, സഹവികാരി ഫാദർ അരുൺ ബീജിത്ത്, ബദനി കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ റീന തോമസ്, HM ജിനിസാർ, അധ്യാപകർ, ഉപദേശി, പാരിഷ് കൗൺസിൽ, ഇടവക വിശ്വാസികൾ സർവോപരി നമ്മോടൊപ്പം സദാ ചരിച്ചുകൊണ്ട് വിശ്വാസരൂപിയാൽ നമ്മെ മുന്നോട്ട് നയിക്കുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സഭയെ സമർപ്പിക്കുന്നു. താങ്ക് യു ടീച്ചർ. സഭാ പഠനങ്ങളും വിശ്വാസവും കൈമാറുക മാത്രമല്ല നമ്മുടെ ദൗത്യം. യേശുക്രിസ്തുവിനെ അനുഭവിക്കാൻ വിശ്വാസികളെ സഹായിക്കുക എന്ന വലിയ കടമയും മതബോധകരിൽ നിക്ഷിപ്തമാണ്. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി വാഴ്ചൽ ഇടവക വികാരിയും ഫെറോന മതബോധന എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുമായ ഫാദർ സുരേഷ് ബാബുവിനെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. എത്രയും സ്നേഹബഹുമാനമുള്ള മോൺസിഞ്ഞർ വിൻസെന്റ് കെ പീറ്റർ സർ, ഇത്രയും സ്നേഹബഹുമാനമുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട വചനബോധന അധ്യാപകരെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, വളരെയധികം സന്തോഷത്തോടുകൂടെയാണ് നാം എല്ലാവരും ഈ സന്ധ്യാസമയത്ത് ഇവിടെ ആയിരിക്കുക. നമ്മുടെ കൊച്ചുമക്കളുടെ കലാപരിപാടികൾ കാണുകയും ആസ്വദിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാകും നമ്മളെല്ലാവരുടെയും സന്തോഷത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പ്രത്യേകിച്ച് മതബോധനം നമ്മുടെ ഓരോരുത്തരെയും മുന്നിൽ വയ്ക്കുന്ന ഒരു ചിന്ത എന്ന് പറയുക, ക്രിസ്തുവാകുന്ന സ്നേഹത്തിൽ ജീവിക്കുവാൻ ഓരോരുത്തരെയും ഒരുക്കുക എന്നതാകുന്നു. നമ്മുടെ എല്ലാവരുടെയും ഗുരുവും നാഥനും രക്ഷകനുമായ ക്രിസ്തുവാകുന്ന യേശുവിൻ്റെ ആ സ്നേഹത്തിൽ ജീവിക്കുവാനായി മതബോധനം വൈദികരിലൂടെയും സന്യസ്തരുടെയും ആത്മായ ശ്രേഷ്ഠരുടെയും ഓരോ ദിവസവും നൽകപ്പെടുകയും അതിലൂടെ നമ്മെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. വചനത്തിലൂടെ വ്യക്തമായിട്ട് അവിടെ ഓർമ്മപ്പെടുത്തുന്നു, ഞാനാകുന്നു മുന്തിരിച്ചെടി, നിങ്ങളെല്ലാവരും അതിലെ ശാഖകളും ആകുന്നുവെന്ന്. യേശുവാകുന്ന മുന്തിരിച്ചെടിയിൽ ശാഖകളാകുന്ന നാം എല്ലാവരും ചേർന്ന് നിൽക്കുമ്പോൾ ക്രിസ്തുവാകുന്ന സ്നേഹത്തിൽ പൂർണ്ണമായിട്ടും വസിക്കുകയും ജീവിക്കുകയും ആ സ്നേഹം പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു.
വചനത്തിൽ അവിടെ നമ്മൾ കാണുന്നു, ഏറെ ഫലം നൽകുവാനായി മുന്തിരിച്ചെടിയിലെ ആ ശാഖകളെ വെട്ടിയൊരുക്കുന്നുവെന്ന്, ഫലം നൽകാത്തതിനെ അവിടുന്ന് മുറിച്ചു കളയുകയും ചെയ്യുന്നുവെന്ന്. ക്രിസ്തുവാകുന്ന സ്നേഹത്തിൽ വസിച്ചുകൊണ്ട് ഏറെ ഫലം പുറപ്പെടുവിക്കുവാനും ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനും മകളുമായി ജീവിക്കുവാനും നമ്മെ എല്ലാവരെയും വെട്ടിയൊരുക്കുന്ന, രൂപപ്പെടുത്തുന്ന ഒരു വേദിയാകുന്നു വചനബോധനം. നമ്മുടെ ജീവിതത്തിലെ നല്ല സ്വഭാവ രൂപീകരണത്തിനും ദൈവിക പുണ്യങ്ങൾ വളർത്തിക്കൊണ്ട് ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ മാതൃക നൽകുവാനും ഓരോ വചനബോധന അധ്യാപകരും നിരന്തരം പരിശ്രമിക്കുകയും എല്ലാവരെയും ഒരുക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയോട് ശാഖകളാകുന്ന നാം ഓരോരുത്തരും ചേർന്ന് നിന്നാൽ മാത്രമാണ് ഫലം പുറപ്പെടുവിക്കുവാനായി സാധ്യമാകുക. അതിൽ നിന്നും മുറിച്ച് മാറ്റപ്പെടുകയാണെങ്കിൽ നമുക്ക് ഫലം നൽകാനേ സാധ്യമാകാതെ വരുന്നു. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ നല്ല മുന്തിരിയായി നട്ടു, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കാട്ടുമുന്തിരിയായി മാറ്റപ്പെട്ടത് എന്ന്. ക്രിസ്തുവാകുന്ന സ്നേഹത്തിൽ വസിക്കുവാനും ജീവിക്കുവാനും സാധ്യമാകാതെ വരുമ്പോൾ നമ്മൾ പുറപ്പെടുവിക്കുന്ന ഓരോ ഫലങ്ങളും കാട്ടുമുന്തിരിയുടേതായ ഫലങ്ങളായി മാറുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ വചനബോധനം എന്ന പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ എല്ലാവരെയും തിരുസഭ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുക, ക്രിസ്തുവാകുന്ന സ്നേഹത്തിൽ വസിക്കുകയും ജീവിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവാകുന്ന സ്നേഹം ഈ ലോകത്തിന് പകർന്നു കൊടുക്കുക എന്ന്. രണ്ടാമതായിട്ട് വചനബോധനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ലോകത്തിൽ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളായ നമുക്കെല്ലാവർക്കും അവിടുന്ന് നൽകിയിരിക്കുന്നത് അവിടുത്തെ പ്രകാശമാകുന്നു. വചനത്തിലൂടെ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നുവെന്ന്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്ന ആ ക്രിസ്തുവിന്റെ മക്കളായ നാം ഓരോരുത്തരും ഈ ലോകത്ത് ദൈവത്തിന്റെ പ്രകാശമായി ജീവിക്കേണ്ടവരാകുന്നു. അതിലേക്ക് നമ്മെ ഒരുക്കുന്ന ഒരു വേദിയാകുന്ന വചനബോധനം. അത് കുറെ കൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യരായ നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചു തന്റെ സൃഷ്ടിയുടെ മകുടമാക്കി, ഈ പ്രപഞ്ചത്തിന്റെ തിലകുറിയാക്കി, ദൈവത്തിന്റെ സൃഷ്ടിയുടെ കിരീടമാക്കി നമ്മെ ഓരോരുത്തരെയും മാറ്റി. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തമായിട്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തിന്റെ സങ്കല്പത്തിലാണ് ഓരോ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരപ്രകൃതിയും ഓരോരുത്തരുടെയും ജീവിതത്തിലെ ആരോഗ്യപരമായ കുറവുകൾ, അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് ഒരുപക്ഷെ ഒരു വിരൽ കുറവായിരിക്കാം, അല്ലെങ്കിൽ കാഴ്ച കുറവായിരിക്കാം, അല്ലെങ്കിൽ കേൾവി കുറവായിരിക്കാം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഈ ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ സങ്കല്പത്തിലാകുന്നു. ദൈവത്തിന്റെ സങ്കല്പത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഓരോ മനുഷ്യർക്കും അവിടുന്ന് നൽകിയിരിക്കുന്നത് തന്റെ ഛായയും സാദൃശ്യമാകുന്നു. ദൈവത്തിന്റെ ഛായയാലും സാദൃശ്യത്താലും സൃഷ്ടിക്കപ്പെട്ട് തന്റെ സൃഷ്ടിയുടെ മകുടവും ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളുമായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കൊണ്ട് ക്രിസ്തുവാകുന്ന പ്രകാശമായി മാറുവാനുള്ള ആഹ്വാനം ഈ വചനബോധനം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ മതബോധന ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യന്റെ മഹത്വത്തെ കുറിച്ച്. ദൈവത്തിന്റെ സങ്കല്പത്തിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനുഷ്യർക്കും മഹത്വമുണ്ട്. എന്തൊക്കെ കുറവുകൾ ഉണ്ടായാലും, എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ വേദനകൾ ഉണ്ടായാലും നമുക്കെല്ലാവർക്കും ദൈവം നൽകിയിരിക്കുന്ന ഒരു മഹത്വമുണ്ട്. ഈ മനുഷ്യരാ നാം എല്ലാവരും പ്രകടമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവ മഹത്വം തന്നെയാകുന്നു. പൗലോസ് അപ്പോസ്തലനും അതാണ് പഠിപ്പിക്കുക, എന്റെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ മഹത്വം നീ ലോകത്ത് പ്രഘോഷിക്കുക എന്ന്. ദൈവത്തിന്റെ മഹത്വം പ്രകടമാക്കുവാനായി, ആ മഹത്വം എന്താണെന്ന് തിരിച്ചറിയുവാനായി, ആ മഹത്വത്തിൽ ജീവിക്കുവാനായി ഈ വചനബോധനം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ലോകത്തിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ മഹത്വം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മനുഷ്യരിലുള്ള ദൈവമഹത്വം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ അനുദിനം നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഒരുപക്ഷെ
മനുഷ്യനെ കൊല്ലുക, ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊല്ലുക, ഇല്ലെങ്കിൽ മാതാപിതാക്കളെ ഉപദ്രവിക്കുക, ഇങ്ങനെ പോകുന്ന ഇഷ്ടംപോലെ സംഭവങ്ങൾ. അതിനേക്കാൾ ഉപരിയായിട്ട് തൊട്ടടുത്ത് നടന്ന ഈ യുദ്ധം തന്നെ, ആ യുദ്ധം പോലും മനുഷ്യന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം ഇല്ലാതാക്കുന്ന ഒന്നാകുന്നു. അതായത് ഓരോ മനുഷ്യനെയും മനുഷ്യൻ തന്നെ കൊല്ലുമ്പോൾ ദൈവത്തിന്റെ ഛായയെയും സാദൃശ്യത്തെയും ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആ കിരീടത്തെയും ദൈവത്തിന്റെ സങ്കല്പത്തെയുമാണ് നമ്മൾ നശിപ്പിക്കുക. ഈ വചനബോധനം നമ്മെ പഠിപ്പിക്കുക, ഇതൊന്നും നശിപ്പിക്കുവാനുള്ളതല്ല, മറിച്ച് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സങ്കല്പത്തിലും ദൈവത്തിന്റെ കിരീടവുമായി സൃഷ്ടിക്കപ്പെട്ട ഓരോ മനുഷ്യനെയും സംരക്ഷിക്കുക, ഓരോ ജീവനെയും സംരക്ഷിക്കുക എന്നതാകുന്നു. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുക, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, ആ പ്രകാശത്തിലൂടെ നിങ്ങൾ കടന്നു പോവുക എന്ന്. നമ്മളെല്ലാവരും ഈ ലോകത്തിന്റെ പ്രകാശമാകുന്ന ക്രിസ്തുവിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നൽകിയിരിക്കുന്ന മനുഷ്യന്റെ ആ മഹത്വം സൂക്ഷിക്കുവാനും സംരക്ഷിക്കുവാനും നമുക്കെല്ലാവർക്കും സാധ്യമാകുന്നു. നമ്മൾ ഒരു തിരി തെളിച്ച് ഒരു മുറിയുടെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ ആ മുറി മാത്രം പ്രകാശിക്കും. മറിച്ച് അത് മുറ്റത്ത് വെക്കുകയാണെങ്കിൽ എത്ര ദൂരം പോകാൻ സാധിക്കുമോ അത്രയും ദൂരം ആ വെളിച്ചം കടന്നു പോകുന്നു. വീണ്ടും അവിടെ വയ്ക്കുന്ന വിളക്കുകളുടെയോ അല്ലെങ്കിൽ വെളിച്ചത്തിന്റെയോ എണ്ണം കൂട്ടുമ്പോൾ അത് വീണ്ടും കൂടുതലായി പ്രശോഭിക്കുകയും കൂടുതൽ ദൂരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെ ക്രിസ്തുവാകുന്ന വെളിച്ചം സ്വീകരിച്ച നാം ഓരോരുത്തരും നമ്മളുള്ള വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ എന്റെ ചുറ്റിലും എന്റെ സമൂഹത്തിലും ഞാൻ കടന്നു പോകുന്ന ഓരോ ഇടങ്ങളിലും ആ വെളിച്ചം നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായി സാധ്യമാകുന്നു. പ്രിയമുള്ളവരെ, ഈ വചനബോധനം എന്ന വേദിയിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവാകുന്ന സ്നേഹത്തിൽ വസിക്കുവാനും ജീവിക്കുവാനും ക്രിസ്തുവാകുന്ന പ്രകാശം പകർന്നു കൊടുത്തുകൊണ്ട് ഈ ലോകം മുഴുവനും പ്രകാശപൂരിതമാക്കി മാറ്റുവാനും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഈ വചനബോധന വാർഷികത്തിന്റെ എല്ലാവിധമായ ആശംസകളും മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫാദർ. ഒരു ഗാനം ആലപിക്കുന്നതിനായി കുഞ്ഞു ഗായിക ഐറിൻ ഫെലിക്സിനെ ക്ഷണിച്ചുകൊള്ളുന്നു. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിന് നാഥ, അപദാനമെപ്പോൾ ആരംഭിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിന് നാഥ, അപദാനമെപ്പോൾ ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. പുലരിൽ ഭൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്ന് ഓർത്തുപാടാം. പുലരി ഭൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്ന് ഓർത്തുപാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്നു കുളിരും കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്നു കുളിരും കാറ്റിലലിഞ്ഞു ഞാൻ പാടാം.
വിജയകൾ നോക്കി ഞാൻ ഉയർന്നു പാടാം. മക്കളെ ആകാശത്ത് എരിയുന്ന താരത്തെ വിജയകൾ നോക്കി ഞാൻ ഉയർന്നു പാടാം. വാനമേഘങ്ങൾ ഒടുവിൽ നീത്തുമ്പോൾ മാലാഖമാരത്തു പാടാം. വാനമേഘങ്ങൾ ഒടുവിൽ നീത്തുമ്പോൾ മാലാഖമാരത്തു പാടാം. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിന് നാഥ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിന് നാഥ. ഈ ജീവിതമെന്തിനു നാഥ. താങ്ക് യു വയറേ. മതബോധകരുടെ അമ്മയും മാതൃകയുമാണ് പരിശുദ്ധ കന്യകാമറിയം. നമ്മുടെ എല്ലാ മതബോധന ദൗത്യങ്ങളിലും നമ്മോട് കൂടെ ആയിരിക്കുന്ന ബദനി കോൺവെന്റിലെ മദർ സുപ്പീരിയറും അധ്യാപികയുമായ സിസ്റ്റർ റീന തോമസിനെ ആശംസ അർപ്പിക്കുന്നതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സ്നേഹബഹുമാനപ്പെട്ട സുരേഷ് ബാബു അച്ഛ, നമ്മുടെ ഇടവ വികാരി വികാർ ജനറലുമായ പ്രിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞർ വിൻസെൻ്റ് കെ പീറ്റർ അച്ഛ, അരുണച്ച, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വ്യക്തികളെ, ഇന്ന ദിവസം നമ്മെ സംബന്ധിച്ച് സന്തോഷത്തിൻ്റെ സുദിനമാണ്. ഞാൻ വിചാരിച്ചു എല്ലാവരും പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും എൻ്റെ ആശംസ വരുന്നത്. അതുകൊണ്ട് വളരെ ലാഘവത്തോടുകൂടി അവിടെ ഇരിക്കുകയായിരുന്നു. ഏതായാലും ഒരു ചെറിയ കഥ. പൂന്തോട്ടത്തിൽ കളിക്കുകയായിരുന്ന ഒരു കുട്ടി. കുട്ടിയുടെ അച്ഛൻ വരാന്തയിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പൂന്തോട്ടത്തിലിരിക്കുന്ന ഒരു വലിയ കല്ല് ഉയർത്താൻ വേണ്ടി ശ്രമിച്ചു. ശ്രമം വിഫലമായെന്ന് കണ്ട് അവൻ അകത്തേക്ക് പോകുന്നു നോക്കി അച്ഛൻ, അതായത് കുട്ടിയുടെ അച്ഛൻ, കുട്ടിയോട് ചോദിച്ചു, എന്തേ നിന്റെ ലക്ഷ്യം പൂർത്തിയാക്കാതെ അകത്തേക്ക് പോകുന്നത്? കുറച്ചുകൂടെ ശ്രമിക്കാമായിരുന്നില്ലേ? അപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ മാക്സിമം ശ്രമിച്ചു, ഇനി അങ്ങോട്ട് എനിക്ക് ശ്രമിക്കാനില്ല. അപ്പോൾ കുട്ടിയുടെ അച്ഛൻ ചോദിച്ചു, ഞാനിവിടെ ഇരിക്കുന്നത്, അതായത് നിന്റെ അച്ഛൻ ഇവിടെ ഇരിക്കുന്നത് നീ കണ്ടില്ലേ? നിനക്ക് എൻ്റെ സഹായം ചോദിക്കാമായിരുന്നല്ലോ. ഇത് നമ്മെ ഒരു പാഠം പഠിപ്പിക്കുന്നത്, ഇപ്പോഴുള്ള ആരും എന്ത് പറഞ്ഞു കൊടുക്കുന്നത് ആർക്കും ഇഷ്ടമില്ല. സ്വയമായി നമുക്ക് എന്തൊക്കെയോ നേടാമെന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം സ്വന്തം പ്രയത്നത്താൽ നേടിയെടുക്കാം എന്ന് സാധിക്കുന്ന കുറേ കാര്യങ്ങൾക്ക് ഒത്തിരി ലിമിറ്റേഷൻ അല്ലെങ്കിൽ കുറവുകളുണ്ട്. നമുക്ക് നേടിയെടുക്കാവുന്നത് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടെ ആകുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലെത്തുവാനായിട്ട് സാധിക്കും. ഇവിടെ മതബോധനവും ലിറ്റിൽ വേ അതുപോലെയുള്ള ആധ്യാത്മിക ശുശ്രൂഷകൾക്ക് നമുക്ക് അവസരം ലഭിക്കുമ്പോൾ മറ്റുള്ളവരിലൂടെ, അവരുടെ പ്രവർത്തനങ്ങളിലൂടെ, പ്രചോദനങ്ങളിലൂടെ നമുക്ക് നല്ല കാര്യങ്ങൾ നേടാനായിട്ട് സാധിക്കും. ഭൗതികമായ കാര്യങ്ങൾക്ക് നാം കൊടുക്കുന്ന അമിത പ്രാധാന്യം ഒരുപക്ഷെ നമ്മുടെ ആധ്യാത്മികമായ കാര്യങ്ങൾക്ക് നാം കൊടുക്കേണ്ട ഒരു പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ലേഖനം വായിച്ചു. അതിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ആധ്യാത്മികമായ കാര്യങ്ങൾക്ക് നാം വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുമ്പോൾ ഭൗതികമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം അറിയാതെ തന്നെ കടന്നു വരും. ദൈവമാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുള്ള ബോധ്യം ഉണരുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രവിക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും. മതബോധനം, ലിറ്റിൽ വേ തുടങ്ങിയ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ പ്രബോധനങ്ങൾ, ബൈബിളിലെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും
എല്ലാവിധ ആശംസകളും നന്മകളും സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുന്നു. നന്ദി. താങ്ക് യു സിസ്റ്റർ. സുവിശേഷ പ്രഘോഷണ പ്രക്രിയയിൽ ഏറ്റവും പ്രധാന കർത്തവ്യം നിർവഹിക്കുന്നവരാണ് വൈദികർ. ആനപ്പാറ ഇടവക കുടുംബത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇടവക വികാരിയോടൊപ്പം ചേർന്ന് കൃത്യതയോടെ ചെയ്യുന്ന സഹവികാരി ഫാദർ അരുൺ പീജ്യത്തിനെ ആശംസ അർപ്പിക്കുന്നതിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സുരേഷ് ബാബു അച്ഛ, ഉദ്ഘാടകൻ വിൻസൻ കെ പീറ്റർ അച്ഛ, വേദിയിലും സഹസ്രമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എത്രയും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഒരിക്കൽ കൂടി മതഭവനത്തിൻ്റെ ലിറ്റിൽ വേയുടെയും അൽത്താര ബാലകളുടെയൊക്കെ ഒരു വാർഷികാഘോഷത്തിലേക്ക് വീണ്ടും കടന്നു വന്നിരിക്കുകയാണ്. പ്രധാനമായിട്ടും നമ്മൾ എടുത്തിരിക്കുന്ന തീം എന്ന് പറയുന്നത് സുവിശേഷാനന്ദം കലകളിലൂടെ, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ തീം തന്നെയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ഉത്തരവാദിത്വവും ദൗത്യവും എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണം തന്നെയാണ്. ഈ സുവിശേഷ പ്രഘോഷണം വിവിധ മേഖലകളിലൂടെ നാം എപ്രകാരം ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ ഓരോ കാര്യവും പ്രവർത്തനങ്ങളും ഇരിക്കുന്നത്. നമ്മുടെ മതബോധനത്തിൻ്റെയും മറ്റ് വാർഷികങ്ങൾ ആഘോഷിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോട്ടം നല്ലതാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളിൽ എന്തുമാത്രം വളർന്നു, ഇനി എന്തുമാത്രം വളരാനുണ്ട്, എവിടെയൊക്കെയാണ് നമുക്ക് പാളിച്ചകൾ സംഭവിച്ചു പോയത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അടുത്ത പ്രാവശ്യം ഈ പാളിച്ചകളെല്ലാം മാറ്റിക്കൊണ്ട് വീണ്ടും നമ്മൾ തുടർന്ന് പ്രവർത്തനം നടത്താനാണ് പ്രധാനമായിട്ടും ഓരോ വാർഷികവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ മതബോധനത്തിലെ മറ്റ് എല്ലാ കാര്യങ്ങളിലും വിശ്വാസ പരിശീലനം ആരംഭിക്കുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മളെ കുട്ടികളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് നമ്മൾ പുറത്തേക്ക് വിടുന്നു. നമ്മൾ എന്ത് തന്നെയാണ് സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും എല്ലാം നാം പഠിക്കുന്നത് പ്രധാനമായിട്ടും കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ വിശ്വാസ പരിശീലനവും ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. അവിടെ നിന്ന് പിന്നെ മതബോധന ക്ലാസ്സുകൾ വഴി നമ്മുടെ പരിശീലനം തുടർന്നുകൊണ്ട് പോവുകയാണ്. പ്രധാനമായിട്ടും നമ്മുടെ മക്കളുടെ വിശ്വാസ പരിശീലനം നമ്മൾ മാതാപിതാക്കളായ നിങ്ങൾ എത്രമാത്രം ഫലപ്രദമായി നിർവഹിക്കുന്നു എന്നത് ചിന്തിച്ചു നോക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ കുടുംബ പ്രാർത്ഥന കൃത്യമായിട്ട് നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ കൃത്യമായിട്ട് അതിൽ പങ്കെടുക്കും. കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് വഴക്ക് പറഞ്ഞും അടികൊടുത്തും വരുത്താം. എന്നാൽ വലുതാകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മ കാണും, അപ്പൻ കാണില്ല, അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പങ്കെടുത്താൽ മാത്രമേ ഈ കുട്ടിയും പങ്കെടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ മുതിർന്നതാകുമ്പോൾ വലുതാകുമ്പോൾ ചിന്തിക്കും, ഞാനെന്തിന് പങ്കെടുക്കണം, എൻ്റെ അപ്പൻ ഇരിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇരിക്കുന്നില്ല. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അത് പിന്മാറി തുടങ്ങും. അപ്പോൾ നമ്മുടെ വിശ്വാസ പരിശീലനം നമ്മൾ കാണിച്ചു കൊടുക്കുക, അത് കണ്ട് നമ്മുടെ പുറകെ ചെയ്തു കൊണ്ടുവരിക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അത് കണ്ട് പഠിച്ചു വരിക, അതാണ് സാധാരണ ചെയ്തു പോകുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ പരിശീലനം തുടങ്ങേണ്ടത് നമ്മുടെ മാതാപിതാക്കളാണ്. അത് കുടുംബത്തിൽ നിർവഹിച്ചു കൊണ്ടുപോകണം. മതപര ക്ലാസ്സുകളിൽ അധ്യാപകർ അത് കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വിശ്വാസ പരിശീലനം അവർക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അടുത്തായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പലപ്പോഴും മതപര ക്ലാസ്സുകളിൽ നമ്മുടെ കുട്ടികളെ എത്തിക്കാതെ അല്ലെങ്കിൽ വിടാത്തതിന് ഒരു കാരണം സമയമില്ല എന്നാണ് പറയുന്നത്. ഒരുപാട് ട്യൂഷനും എടുക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ കുട്ടികളെ മതപര ക്ലാസ്സിലേക്ക് നാം പലപ്പോഴും വിടാറില്ല. ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകളൊക്കെ നമ്മൾ ഒഴിവാക്കാറുണ്ട്. അത് കല്യാണം അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാക്കാറുണ്ട്. പക്ഷേ നമ്മൾ പ്രധാനമായിട്ടും ദൈവത്തോട് കൂടുതൽ ചേർന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദൈവത്തിന് അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ടാവും. നമ്മൾ ഒരു ദിവസം മതപര ക്ലാസ്സിൽ വന്നിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് മതപര ക്ലാസ്സിൽ പഠിച്ചത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു സ്കൂളിൽ പഠിക്കുമ്പോഴോ പരീക്ഷ എഴുതുമ്പോഴോ ഒരു മാർക്ക് നഷ്ടപ്പെടുകയില്ല. നമ്മൾ ദൈവത്തിന് സമയം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് ആവശ്യങ്ങൾക്കുള്ള സമയം നമുക്ക് ഉറപ്പായിട്ട് ലഭിക്കും. നമ്മൾ ഇതിന് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് സമയം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സമയത്തിന് പോലും നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട സമയം കൃത്യമായിട്ട് കൊടുക്കുക. പള്ളിയുടെയും വിശ്വാസപരമായ കാര്യങ്ങൾക്ക് എല്ലാവരും കൃത്യമായിട്ട് മാതാപിതാക്കള് നിങ്ങളുടെ മക്കളെ കൃത്യമായിട്ട് പങ്കെടുപ്പിക്കുക. അതുവഴി അവർക്ക് ദൈവചര്യങ്ങൾ ധാരാളമായി ലഭിക്കും.
അവർ പഠന മേഖലകളിലും മറ്റു മേഖലകളിലും മികവ് പുലർത്തുകയും ചെയ്യും. നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പള്ളിയോട് ചേർന്ന് നിൽക്കുകയും കൂടുതൽ കാര്യങ്ങൾ പള്ളിയോട് ഒപ്പം നിന്ന് ചെയ്യുന്നവർക്ക് എപ്പോഴും ഉയർച്ചയാണ് ഉണ്ടാകുന്നത്. അതിന് പ്രധാന കാരണവും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മുടെ വിശ്വാസ പരിശീലനം കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് കൃത്യമായിട്ട് ദൈവത്തിന് നൽകാനുള്ള സമയം ദൈവത്തിന് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു ഫാദർ. കുട്ടികൾക്ക് നൽകുന്ന വിജ്ഞാനം വിശുദ്ധവും സംശുദ്ധവുമായാലേ ശാരീരിക മാനസിക വികാസം പൂർണ്ണമാവുകയുള്ളൂ. ലിറ്റിൽ വേ മതബോധന വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് ആശംസ അർപ്പിക്കുന്നതിനായി കുമാരി അയനയെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ മാതാപിതാക്കളെ, കൂട്ടുകാരെ, ലിറ്റിൽ വേ പ്രതിനിധീകരിച്ചാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. വിശുദ്ധ കൊച്ചു ത്രേസ്യ കൊച്ചു കൊച്ചു പുണ്യങ്ങളിലൂടെ ലോകത്തിൻ്റെയും സഭയുടെയും പുണ്യമായതാണ്. അതുപോലെ തന്നെ നാം ഓരോരുത്തരും നമുക്ക് കഴിയുന്ന എല്ലാ നന്മകളും ചെയ്യണം. നമ്മൾ ഓരോരുത്തരും വിശുദ്ധ കൊച്ചു ത്രേസ്യ വളരണം. അതിന് ഈശോ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു അയന. ഒരു ഗാനം ആലപിക്കുന്നതിനായി കുമാരി അക്ഷയ ഡിയാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സെക്രാരിയുണ്ട്. അവിടേക്ക് നമ്മളാണതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സെക്രാരിയുണ്ട്. അവിടെ കിടന്നതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ട്. അവിടുത്തെ തിരുനിടം നുകരാൻ അതിയായ ദാഹമുണ്ട്. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ട്. അവിടുത്തെ തിരുനിടം നുകരാൻ അതിയായ ദാഹമുണ്ട്. അതിനായി വരമേകണേ, അതിനീശോ നീ വരണേ. അതിനായി വരമേകണേ, അതിനീശോ നീ വരണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്ക് നമ്മളാണതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. തിരുസന്നിധാനത്തിൽ
ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്, അവിടേക്കിടുന്ന ഞാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരണേ, ആത്മനാഥനീശോ വരണേ, ആത്മനാഥനീശോ വരണേ. താങ്ക് യു അക്ഷയ. എല്ലാ കുഞ്ഞുമക്കളും യുവതി യുവാക്കളും മുതിർന്നവരും യേശുവിനെ അറിയുവാനും സ്നേഹിക്കുവാനും സാധിക്കുന്ന രീതിയിലുള്ള പരിപാടികളും പ്രക്രിയകളും നമുക്ക് രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ എല്ലാ വിഭാഗക്കാരെയും കോർത്തിണക്കി തന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന മതബോധന ഫെറോന ആനിമേറ്റർ ശ്രീമതി ജയന്തിയെ ആശംസ അർപ്പിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും സ്നേഹബഹുമാനമുള്ള ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കൊണ്ടങ്കോട് ഫെറോന മതബോധന എക്സിക്യൂട്ടീവ് സെക്രട്ടറി സുരേഷ് ബാബു അച്ഛ, ഏറ്റവും സ്നേഹബഹുമാനമുള്ള നെയ്യാറ്റിൻകര രൂപത വികാർ ജനറലും നമ്മുടെ ആനപ്പാറ ഇടോ വികാരിയും ഏറ്റവും സ്നേഹബഹുമാനമുള്ള വിൻസൻ കെ പീറ്റർ അച്ഛ, പ്രിയപ്പെട്ട അരുണച്ച സിസ്റ്റർ, പ്രിയമുള്ള കൂട്ടുകാരെ, അധ്യാപകരെ, പ്രിയമുള്ളവരെ, നല്ല പ്രവൃത്തികൾ കുടുംബത്തിൽ നിന്നും നന്മകൾ തിരിച്ചറിവിൽ നിന്നും നാം നേടുന്നു. നമുക്ക് നന്മകൾ നേടിയെടുക്കാൻ തിരിച്ചറിവുകൾ അനുഭവിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു വേദിയാണ് മതബോധനം. ഇന്നിവിടെ മതബോധനത്തിൻ്റെയും ലിറ്റിൽ വേയുടെയും വാർഷികം ആഘോഷിക്കുമ്പോൾ ഓരോ സമിതികളുടെ റിപ്പോർട്ട് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. വ്യത്യസ്തമായി കാണാൻ സാധിച്ചത് അൽത്താര ബാലകരുടെ റിപ്പോർട്ടാണ്. ഒരു ഇടവകകളിലും വാർഷികത്തിന് അവതരിപ്പിക്കാതെ വിട്ടുപോകുന്ന ഒരു കമ്മീഷനാണ് അൽത്താര ബാലകരത്. ബഹുമാനമുള്ള അച്ഛൻ അതുവരെ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മുടെ മക്കൾക്ക് കുടുംബത്തിൽ നിന്നും ലഭിക്കേണ്ട വലിയൊരു സംവിധാനമാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും പഠിപ്പിച്ചെടുക്കുക എന്നത്. അത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും കിട്ടുന്ന പ്രവൃത്തിയാണ് നമ്മുടെ മക്കൾ വളർന്നു വരേണ്ടത്. ഇവിടെ ബഹുമാനമുള്ള അരുണച്ചൻ പറഞ്ഞതുപോലെ പലപ്പോഴും മതബോധനത്തിന് പ്രാധാന്യം നൽകാതെ നമ്മൾ ലൗകികമായ കാര്യങ്ങൾക്ക് കുട്ടികളെ തിരിച്ചുവിടാറുണ്ട്. കഴിഞ്ഞ കുരിശുമല തീർത്ഥാടനത്തിന്റെ ഒരുക്ക സമയത്തായിരുന്നു SSLCയുടെയും +2-ൻ്റെയൊക്കെ പരീക്ഷ. നമുക്കറിയാം, തീർത്ഥാടനത്തിന്റെ ഒരുക്കം എന്ന് പറയുന്നത് ഒരു നീണ്ട 3 മാസത്തെ പ്രക്രിയയാണ്. അതിലുപരി തീർത്ഥാടനം അടുക്കുമ്പോൾ അവസാനത്തെ ഒരു 3 ആഴ്ച എപ്പോഴും കുട്ടികൾ ഉണ്ടാകും. അവിടെ ഒത്തിരിയേറെ ജോലികളുള്ള സമയമാണ്. തീർത്ഥാടന കേന്ദ്രത്തിന് തൊട്ട് ചേർന്നിരിക്കുന്ന ഒരു വീട്ടിലെ 2 പെൺകുട്ടികളാണ്. അവർ ഞങ്ങളവിടെ എണ്ണ നിറയ്ക്കുമ്പോഴും ക്ലീനിങ്ങിനും മറ്റെല്ലാ കാര്യത്തിനും സജീവമായി കൂടാറുണ്ട്. അച്ഛൻ സന്ദർശിക്കുമ്പോഴൊക്കെ ചോദിക്കും, നിങ്ങൾ പഠിക്കുന്നുണ്ടോ, പരീക്ഷയ്ക്ക് ഒരുങ്ങിയിട്ടാണോ ഇവിടെ വരുന്നതെന്ന്. കുട്ടികൾ പഠിക്കുകയും ചെയ്യും, ഒപ്പം കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു. +2-ന് ഫുൾ A+ വാങ്ങിയത് അവിടെ തൊട്ടടുത്ത് കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിലെ എല്ലാ കാര്യങ്ങൾക്കും സജീവമായി പ്രവർത്തിച്ചൊരു പെൺകുട്ടി. അഭിമാനമാണ് ആ കുട്ടിയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ. അതിലുപരി ആ കുട്ടിയുടെ മാതാപിതാക്കളോട് തോന്നുന്നൊരു ബഹുമാനമുണ്ട്. അവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈശോയ്ക്ക് മുൻസ്ഥാനം കൊടുത്തുകൊണ്ട് പഠിപ്പിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിച്ചു എന്നതാണ്. നമ്മുടെ മതബോധനത്തിന് കുട്ടികളെ വിടുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, SSLC പരീക്ഷയല്ലേ, +2 പരീക്ഷയല്ലേ, അത് കഴിഞ്ഞിട്ടുള്ള സമയം പോരെ മാതാപിതാക്കൾ കുട്ടികളെ മതബോധനത്തിന് വിട്ടാൽ പോരെ എന്ന് ചിന്തിക്കാറുണ്ട്. 1-ാം സ്ഥാനം നമ്മൾ എവിടെയാണോ കർത്താവിന് കൊടുക്കുന്നത്, കർത്താവ് നമുക്ക് അതിനപ്പുറമായ സ്ഥാനം നൽകും. ഞാനൊരു ചോദ്യം പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ചോദിക്കട്ടെ. നമ്മുടെ മക്കളെ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. നമ്മൾ അവർക്ക് ബാഗ്, ബുക്ക്, യൂണിഫോം, ഷൂസ്, മറ്റെല്ലാ സംവിധാനത്തിനും വേണ്ടിയിട്ട് എത്ര രൂപ മുടക്കും? നമുക്ക് പലപ്പോഴും കണക്കില്ല. അവർക്ക് എന്തൊക്കെ വേണോ വാങ്ങിച്ചു കൊടുക്കും. ഈ ചോദ്യം ഇതാണ്, മതബോധനത്തിന് വേണ്ടി വാർഷിക ഫീസായി ഒരു 250-300 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ പെറുപെറുക്കാതെ എത്ര പേര് കൊടുക്കും? ഞാൻ പല മാതാപിതാക്കളിൽ നിന്നും കേട്ടിട്ടുള്ളതാണ്, അവർക്ക് എന്ത് ചെലവാണുള്ളത്, ഇത്രയും പൈസ അവർ എന്തിനു വാങ്ങിക്കുന്നു, കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ചെലവുണ്ടോ? ഈ ചോദ്യങ്ങളെല്ലാം നമ്മുടെ ഭാഗത്തുനിന്ന് വരും. നമ്മൾ ആദ്യം ചെലവാക്കേണ്ടത്
സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് മക്കൾക്ക് വേണ്ടി ഇതിനെല്ലാം പൈസ ചെലവാക്കുമ്പോൾ എൻ്റെ കുട്ടി മതബോധനം പഠിക്കാൻ വേണ്ടിയിട്ട് മതബോധനത്തിന് ഫീസായി ആദ്യം ഞാൻ ഇത്രയും രൂപ മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങി നോക്കിക്കേ, കുട്ടികൾക്ക് ഒന്നിനും ഒരു കുറവ് വരില്ല. അനുഭവത്തിൽ നിന്നാണ് ഇതൊക്കെ പറയുന്നത്. കർത്താവ് ബാക്കി നമുക്ക് വേണ്ടി ഒരുക്കിക്കൊള്ളും. ഇപ്പോൾ ലിറ്റിൽ വേയുടെ സംഗമം നടക്കുന്നു നമ്മുടെ രൂപതയിൽ. എല്ലായിടും അറിയിപ്പ് കൊടുത്തു. എത്ര കുട്ടികളാണ് ലിറ്റിൽ വേ സംഗമത്തിന് പോകാൻ പേര് നൽകിയത്? 500 രൂപ ഫീസുണ്ട് 3 ദിവസത്തെ സംഗമത്തിന് വേണ്ടി. ആരും കൊടുത്തിട്ടില്ല. 5ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും ഇടയ്ക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ആത്മീയ വളർച്ച ലഭിക്കുന്നതിന്, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുണ്യവഴികളെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ രൂപത ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ്. മതബോധനത്തിൽ വരുന്നതാണ് ലോഗോസ് ക്വിസ്. നമുക്ക് ബൈബിൾ പഠിപ്പിക്കുന്നില്ല, ബൈബിൾ വായിക്കാൻ ഒരു സ്ഥലമില്ല, ബൈബിൾ അറിയാൻ പറ്റുന്നില്ല എന്ന് നമ്മുടെ മാതാപിതാക്കളെല്ലാം പറയുമ്പോൾ നമ്മുടെ രൂപത അടിസ്ഥാനം ഒരുക്കിയിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ കത്തോലിക്ക സഭ നമുക്ക് പഠിക്കാൻ ഒരുക്കിയിരിക്കുന്ന അവസരം മറ്റു ഒരു സഭകളിലുമില്ല. പക്ഷേ ബൈബിൾ തുറന്നു വായിക്കാൻ മടിയാണ്. ആത്മാർത്ഥമായി രാവിലെ ഉറക്കമെഴിക്കുമ്പോൾ ബൈബിൾ വായിച്ചുകൊണ്ട് നമ്മുടെ ഒരു ദിനം ആരംഭിച്ച് നോക്കണം. ആ ഒരു സന്തോഷവും ആ ഒരു അനുഗ്രഹവും കർത്താവിൽ നിന്ന് എന്തുമാത്രം ലഭിക്കുന്നുവെന്ന്. നമ്മുടെ ലോഗോസ് ക്യൂസൊക്കെ വരുമ്പോൾ സെന്റർ കിട്ടാൻ വേണ്ടി നമ്മുടെ ഓരോ ഇടവകയിലെയും അധ്യാപകര് 100ഉം 200ഉം കുട്ടികളെ രജിസ്റ്റർ ചെയ്യും. പരീക്ഷ എഴുതുന്നത് 50, 60, 64 കുട്ടികൾ. ബാക്കിയുള്ളവർ എവിടെ പോയി? ഇപ്രാവശ്യം നമ്മുടെ രൂപത പരീക്ഷാ പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പുസ്തകം ഇറക്കി. ഫ്രീ ബുക്കിംഗ് 80 രൂപയായിരുന്നു. ഇപ്പൊ ആ പുസ്തകത്തിന്റെ വില 100 രൂപയാണ്. എത്ര പേര് വാങ്ങി? നമ്മുടെ അധ്യാപകരൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും അത്രയും പൈസ കൊടുത്ത് പുസ്തകം വാങ്ങണോ, പഠിപ്പിക്കണോ എന്നുള്ള ചിന്തയാണ്. നമുക്ക് ബൈബിൾ പഠിക്കാനുള്ള മേഖലകളൊക്കെ വിശാലമായി നമ്മുടെ കത്തോലിക്ക സഭ തുറന്നിട്ടിട്ടുണ്ട്. അത് വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ മറ്റൊരു സഭയിൽ നിന്ന് ഒരാൾ വന്നിട്ട് വചനത്തിന്റെ പകുതി മുറിച്ചു പറക്കി നമുക്ക് തരുമ്പോൾ, ബിംബത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തരുത്, അന്യദൈവങ്ങളെ ആരാധിക്കരുത്, നിങ്ങൾ ആരാധിക്കുന്നത് ബിംബത്തെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മളും ശരിയാണ് തലയാട്ടി വെക്കും. ബൈബിൾ പൂർണ്ണമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അവരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധ അമ്മ മുട്ടത്തോടല്ലേ എന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ നിവർന്നു നിന്ന് പറയാൻ സാധിക്കണം. അമ്മ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കർത്താവിന് ഞങ്ങൾക്ക് ലഭിച്ചത്, അത് എൻ്റെ അമ്മയാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ ബൈബിൾ വായിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ മതബോധനത്തിലൂടെ നമ്മുടെ കത്തോലിക്ക സഭ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന ഈ വലിയ വഴികൾ നമ്മൾ അനുഭവിച്ച് തന്നെ മുന്നോട്ട് പോകണം. അതിന് ഏറ്റവും വലിയൊരു വേദിയാണ് മതബോധനവും ലിറ്റിൽ വേയും. നമ്മുടെ കുഞ്ഞുമക്കളെ വിശ്വാസത്തിൽ വളർത്തിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും ആനിമേറ്റേഴ്സിനും മാതാപിതാക്കൾക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി. താങ്ക് യു ടീച്ചർ. കുടുംബങ്ങളെ പ്രഥമ മതബോധന ആലയമായി നാം പരിഗണിക്കുന്നു. നമ്മുടെ കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കൾക്ക് വളരെയധികം പങ്ക് വഹിക്കാനുണ്ട്. ആശംസ അർപ്പിക്കുന്നതിനായി PTA പ്രസിഡന്റ് ശ്രീമതി ജിബിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന റവറൻഡ് ഫാദർ സുരേഷ് ബാബു അച്ച, ഈ ഇടവകയിലെ വികാരിയും ഉദ്ഘാടകനും ആയിരിക്കുന്ന വികാരി ജനറലായ മോൺസിഞ്ഞോർ വിൻസെന്റ് കെ പീറ്റർ അച്ച, PT മതബോധന HM, പിന്നെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച മറ്റു വ്യക്തികളെ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ ആദ്യമായി അറിയിക്കുന്നു. ഇന്ന് ഈ അവസരം തന്നതിന് ഞാൻ വലിയ നന്ദി അർപ്പിക്കുന്നു. ഈ മതബോധന വാർഷികവും ലിറ്റിൽ വേ യൂണിയന്റെ വാർഷികവും ആചരിക്കുന്ന ഈ ദിവസം, അതായത് നമ്മുടെ ഓരോ വർഷത്തെ എല്ലാത്തിൻ്റെയും ഒരു വിലയിരുത്തൽ കൂടിയാണ് ഓരോ മതബോധന വാർഷികവും നമ്മൾ ആചരിക്കുന്നത്. ആനപ്പാറ ഇടവകയിലെ മതബോധനം ഇടവക ഫെറോന രൂപതാ തലങ്ങളിൽ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ തൊഴിൽപരമായാലും വിദ്യാഭ്യാസപരമായാലും വളരെയധികം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തികളുള്ള ഒരു ഇടവക കൂടിയാണ് ആനപ്പാറ ഇടവകയിലെ മതബോധന വിദ്യാർത്ഥികൾ. മതബോധനത്തിലെ കുട്ടികളായിരുന്ന പല വ്യക്തികളും ഇന്ന് സമൂഹത്തിലെ മുൻനിരയിൽ നിൽക്കുന്നു. തൊഴിൽപരമായാലും വിദ്യാഭ്യാസപരമായാലും സാംസ്കാരികപരമായാലും കലാപരമായാലും മതപരമായാലും പല മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള ഒരു ഇടവക കൂടിയാണ് ആനപ്പാറ
ഇടവകയിലെ വിദ്യാർത്ഥികൾ. അതുപോലെ തന്നെ മതബോധനത്തിന്റെ വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഈ മതബോധന PGA എന്ന് പറയുന്നത്. എനിക്ക് ഈ ഒരു വർഷക്കാലം ഈ മതബോധന PGAയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കാൻ ഒരു അവസരം ലഭിച്ചു. അതിനെ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇനി വരുന്ന വർഷങ്ങളിലും ഇതുപോലെ തന്നെ സേവനം അനുഷ്ഠിക്കാൻ വരുന്ന PGAയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം ഈ മതബോധന വാർഷികത്തിൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജിബിൻ. ഒരു ഇടവകയുടെ മതബോധന മാതൃകകൾ രൂപപ്പെടുത്തുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് ആ ഇടവകയിലെ ഇടവക വികാരിയും അധ്യാപകരും ചേർന്നുള്ള നേതൃനിരയാണ്. നെയ്യാറ്റിൻകര രൂപതയുടെ വികാരി ജനറൽ, സിൽവർ ജൂബിലി ലോ കോളേജ് ചെയർമാൻ, സമന്വയ മിഷൻ ഡയറക്ടർ, തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്ര റെക്ടർ, കാട്ടാക്കട റീജിയണൽ കോഓർഡിനേറ്റർ, എല്ലാറ്റിനുമുപരി ആനപ്പാറ ഹോളി ക്രോസ് ദേവാലയത്തിന്റെ ഇടവക വികാരി, സ്നേഹബഹുമാനമുള്ള മോൺസിഞ്ഞോർ വിൻസെന്റ് കെ പീറ്ററിനെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി കൃത്യമായി ക്ഷണിച്ചുകൊള്ളുന്നു. മാലാഹം എന്ന പ്രോഗ്രാമിൻ്റെ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കുന്ന റവൻ ഫാദർ സുരേഷ് ബാബു ആശംസ അർപ്പിച്ച് സംസാരിച്ച റവൻ ഫാദർ അൽവിജിത്ത്, സിസ്റ്റർ റീന തോമസ്, ശ്രീമതി ജയന്തി, ശ്രീമതി ജിബിൻ കുമാരി അയന, സ്വാഗത പ്രസംഗം നൽകിയ ജിനു GT, റിപ്പോർട്ടുകൾ അവതരിപ്പിച്ച ജെനിഫർ, റോഷൻ, ബിനുറാണി, ഷീല ജോസ്, സജീവ് കുമാർ, ആശംസ അർപ്പിക്കുന്ന ലേഖ ബിബിൻ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞു മക്കളെ, ഇന്ന് നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിവിധ പ്രോഗ്രാംസ് ഇവിടെ നടക്കുകയാണ്. അത് ലിറ്റിൽ വേ, മതബോധനം, അൾത്താര ബാലകളുടെ സംഘം, വിദ്യാഭ്യാസ ശുശ്രൂഷയിലെ പ്രവർത്തകർ, അതപാലനം, ഇവയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ക്രോഡീകരിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ അധ്യാപകരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, ആനിമേറ്റേഴ്സായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്, ഒരു സമിതിയുടെയും കൺവീനറായിട്ട് പ്രവർത്തിക്കുന്ന സമിതി അംഗങ്ങളുണ്ട്. നിങ്ങളെല്ലാവരുടെയും കഴിഞ്ഞ ഒരു വർഷത്തെ അക്ഷീണമായ പ്രയത്നത്തിൻ്റെയും നിങ്ങളുടെ സമർപ്പണത്തിൻ്റെയും ഫലമാണ് ഇന്ന് ഈ വേദിയിൽ ഇവിടെ കൊയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് വേണ്ടി സഹകരിച്ച എല്ലാ അധ്യാപകരെയും ആനിമേറ്റേഴ്സിനെയും സമിതി അംഗങ്ങളെയും എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മൾ പ്രയത്നിക്കാതെ നമുക്കൊന്നും കിട്ടുകയില്ല. നാം അധ്വാനിക്കുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും. നാം തേയ്മാനം അനുഭവിക്കാതെ ഒന്നും കൊടുക്കുവാൻ സാധിക്കുകയില്ല. ഒരു വാഹനം വാങ്ങിച്ചിട്ട് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അതവിടെ കിടക്കുകയുള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ തുരുമ്പെടുത്ത് നശിക്കും. നമ്മുടെ ജീവിതമാകുന്ന വാഹനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് തേയ്മാനം ഉണ്ടാകണം. നമ്മളാൽ കഴിയുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ നാം ആശ്രയം ചെയ്യണം, ചെയ്ത് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ നല്ലത് കണ്ടെത്തുവാൻ, നന്മയുടെ വഴിയിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിലും കാഴ്ചക്കാരായിട്ടിരിക്കാതെ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സംശുദ്ധമാക്കി വിശുദ്ധീകരിച്ചെടുക്കുന്നതിലേക്ക് വേണ്ടി പരിശ്രമിക്കാം. നമ്മുടെ ഓരോ പ്രവർത്തനവും ഫലം തരാതെ പോവുകയില്ല, അത് ഫലം തരും. പക്ഷേ അത് കൃത്യതയോടുകൂടെ മനസ്സിരുത്തി ചെയ്യേണ്ടതും ആവശ്യമാണ്. ഇപ്പോൾ മഴ സീസണാണ്. മഴ സീസണിൽ വയലിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തിനെ കാണാൻ പറ്റും? മഴ സീസണിൽ വയലിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് കാണാം? തവള. നിങ്ങളുടെ അസിസ്റ്റന്റ് വികാരി പറഞ്ഞ് തവള കാണാൻ പറ്റുമെന്ന്. ഒരു മനുഷ്യൻ ഒരിക്കൽ ഒരു ചാക്കും എടുത്തുകൊണ്ട് വയലിലേക്ക് തവള പിടിക്കാൻ വേണ്ടി പോവുകയാണ്.
വയലിൻ്റെ കരയിലെത്തിയ സമയത്ത് അദ്ദേഹം കണ്ടത് വലിയ ഒരു തവള ഒരു സ്ഥലത്തിരിപ്പുണ്ട്. അദ്ദേഹം ഓടിച്ചാടി അതിനെ പിടിച്ച് എന്നിൻ്റെ അകത്തേക്കാക്കി, ചാക്കിൻ്റെ അകത്തേക്കായി. വീണ്ടും അദ്ദേഹം തിരിഞ്ഞു നോക്കിയ സമയത്ത് മറു സൈഡിൽ വേറെ ഒരു വലിയൊരു തവള അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹവും അവിടെ ഓടിപ്പോയി ആ തവളയും പിടിച്ച് എന്തിനകത്താക്കി, ചാക്കിൻ്റെ അകത്താക്കി. വീണ്ടും അപ്പുറത്ത് പോയപ്പോഴും അതേപോലെ വേറൊരു തവള ഇരിക്കുകയാണ്. അദ്ദേഹം അതിനെയും പിടിച്ച് എവിടെയാക്കി, ചാക്കിൻ്റെ അകത്താക്കി. ഇപ്പോൾ എത്ര തവളയുണ്ട്? എത്ര തവള? 3 തവളകൾ. അദ്ദേഹം വയലിലൂടെ വലിച്ചിഴച്ച് പുറത്തേക്ക് വരാൻ വേണ്ടി ശ്രമിച്ച് ചാക്ക് ഉയർത്തിയപ്പോൾ വീണ്ടും എത്ര തവള ഇരിപ്പുണ്ട്? 3 തവളകൾ. ഒരു തവള വീണ്ടും അപ്പുറത്തിരിപ്പുണ്ട്. പക്ഷേ ചാക്കിനകത്ത് പിടിച്ചിട്ട തവള അവിടെ ഇല്ലായിരുന്നു. ചാക്ക് എന്ത് ചാക്കായിരുന്നു? പീറ്റ ചാക്കായിരുന്നു. കേട്ടല്ലോ, പീറ്റ ചാക്കിൽ തവള പിടിച്ചിട്ട് അവിടെ കിടക്കുമോ? കിടക്കയില്ല. നിങ്ങളുടെ ഹൃദയം പീറ്റ ഹൃദയമാണോ? പീറ്റ പൊത്ത ഹൃദയമാണോ? നല്ല ഹൃദയമാണോ? അതാണ് ചോദ്യം. നിങ്ങളുടെ ഹൃദയങ്ങളൊക്കെ പീറ്റ ഹൃദയമാണോ? പൊത്ത ഹൃദയമാണോ? അല്ലെങ്കിൽ മാംസളമായ ഇങ്ങനെയൊന്നും പീറ്റയൊന്നും ഇല്ലാത്ത ഹൃദയമാണോ? നല്ല ഹൃദയം അല്ലേ? നല്ല ഹൃദയം. അപ്പോൾ നല്ല ഹൃദയത്തിൽ നമ്മൾ പിടിച്ചിടുന്ന നല്ല കാര്യങ്ങളാണ് നിങ്ങളെ നല്ലവരാക്കി തീർക്കുന്നത്. ഹൃദയത്തിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഹൃദയത്തിലാണ് ഈ ലോകത്തിൻ്റെ ദൈവികത ഇരിക്കുന്നത്. ദൈവം ഇരിക്കുന്നത് ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിലിരിക്കുന്ന ദൈവത്തെ കണ്ടെത്തുക എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ദൈവത്തെ ബുദ്ധി ഉപയോഗിച്ച് അവിടെയും ഇവിടെയൊക്കെ കണ്ടെത്താൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ദൈവം എവിടെ ഇരിപ്പുണ്ട്? നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. ആ ഹൃദയത്തിലിരിക്കുന്ന ദൈവത്തെ നമ്മൾ വളർത്തി ദൈവികമായിട്ട് വീണ്ടും നമ്മുടെ ജീവിതത്തെ ആക്കി തീർക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം പീറ്റ ഹൃദയമാകാതെ എല്ലാം സൂക്ഷിക്കാൻ പറ്റുന്ന നന്മയുടെ ഒരു ഹൃദയമായി മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിലേക്ക് വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഈ മതബോധന ക്ലാസ്സുകൾ, അൾത്താര ശുശ്രൂഷയുടെ പ്രോഗ്രാംസ്, ലിറ്റിൽ വേ ഇവിടെയൊക്കെ ഇതൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അവിടെ അധ്യാപകർ പറഞ്ഞു തരുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളും ആശയങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം എന്നതാണ്. ഇന്നത്തെ അധ്യക്ഷ പ്രസംഗത്തിന് സുരേഷ് ബാബു പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും നിങ്ങളെല്ലാവരും എന്താണ്? ശാഖകളുമാണ്. ആരാണ് മുന്തിരിച്ചെടി? യേശു ക്രിസ്തു. നമ്മളെല്ലാവരും ശാഖകളാണ്. അതിനു മുമ്പ് ഒരു വാക്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, കർത്താവ് ഒരു വാക്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എൻ്റെ പിതാവ് യഥാർത്ഥ കൃഷിക്കാരനാണ്. എൻ്റെ പിതാവ് ആരാണ്? യഥാർത്ഥ കൃഷിക്കാരനാണ്. ദൈവം കൃഷിക്കാരനാണ് എന്ന് ആര് പറയുന്നു? കർത്താവ് പറയുകയാണ്. ആ കർത്താവ് പറയുന്നു, ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ കൃഷിത്തോട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്തിരിയാണ് ഞാൻ. മുന്തിരിവള്ളി അതിൻ്റെ ശാഖകളാണ് നിങ്ങൾ ഓരോരുത്തരും. അതോട് കൂടി ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ്. കർത്താവ് തൻ്റെ സ്നേഹത്തിൻ്റെ കൃഷി ആദ്യമായിട്ട് ഇറക്കിയത് എപ്പോഴാണെന്നറിയാമോ? കർത്താവ് തൻ്റെ സ്നേഹത്തിൻ്റെ കൃഷി ഇറക്കിയത് എപ്പോഴാണ് ആദ്യമായിട്ട്? അറിയാമോ? അറിയില്ല. സ്നേഹത്തിൻ്റെ കൃഷി ആദ്യമായിട്ട് കർത്താവ് ഇറക്കിയത് എപ്പോഴാണ്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ സ്നേഹത്തിൻ്റെ കൃഷി ആദ്യമായിട്ട് ഇറക്കി. ആർക്ക് ജീവൻ നൽകാൻ വേണ്ടി? എല്ലാറ്റിനും ജീവൻ നൽകുന്നതിലേക്ക് വേണ്ടി. അപ്പോൾ ദൈവത്തിൻ്റെ ജീവനാണ് ആദ്യത്തെ വിത്തായിട്ട് ദൈവം ഈ ലോകത്തിൽ വിതറിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ജീവനാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടി ഭക്ഷ്യവസ്തുക്കളായിട്ടും മൃഗലതാദികളായിട്ടൊക്കെ നമുക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ജീവൻ കർത്താവ് ഈ പ്രകൃതിയിൽ വിതച്ചിരിക്കുന്നത് എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയാണ്. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹമാണ്. സ്നേഹം ഉള്ളതുകൊണ്ടാണ് കർത്താവ് ഇതെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ജീവൻ നമ്മുടെ ഹൃദയത്തിൽ നേടിയെടുക്കുക, ഉൾക്കൊള്ളുക, അതിനെ പ്രാവർത്തികമാക്കുക എന്നുള്ള ഒരു കർത്തവ്യം മാത്രമേ നമുക്ക് ഇവർക്കുമുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന്
ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നാം അകന്നു പോയി കഴിഞ്ഞാൽ നാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകും, നമ്മുടെ ജീവനിൽ നിന്ന് നമ്മൾ അകന്നു പോകും, നമ്മുടെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകും. അതുകൊണ്ടാണ് ദൈവമാണ് എല്ലാം. ആ കൊച്ചുകുട്ടി പാടിയല്ലോ. എന്താ പാടിയത്? അവള് എന്താ പാടിയത്? പാട്ടിൻ്റെ ആദ്യത്തെ വരി എന്തോന്ന്? തിരുനാമ കീർത്തനം. അപ്പോൾ ദൈവത്തിൻ്റെ നാം കീർത്തനം പാടി ജീവിക്കാൻ വേണ്ടിയുള്ള വ്യക്തികളായിട്ട് നാം ഓരോരുത്തരും മാറേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ കീർത്തനം സ്നേഹത്തിൻ്റെ കീർത്തനമാണ്, സമാധാനത്തിൻ്റെ കീർത്തനമാണ്, സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ കീർത്തനമാണ്. ഇത് പാടി നമ്മുടെ ഹൃദയത്തെ ആനന്ദഭരിതമാക്കി ജീവിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള മതബോധനങ്ങളൊക്കെ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് ഈ ദൈവികത വേണ്ട, വിശ്വാസം വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന കുട്ടികളൊക്കെ ഒരുപാട് എന്തൊക്കെ പിടിച്ചിടുകയാണ്. എവിടേക്ക് ഇടുകയാണ്? ഹൃദയത്തിലേക്ക് പിടിച്ചിടുകയാണ്. ആ പിടിച്ചിടുന്നതൊക്കെ എവിടെയൊക്കെ ആയിരിക്കും? പീറ്റർ ചാക്കിലേക്കായിരിക്കും പിടിച്ചിടുന്നത്. അവസാനം പോയി നോക്കുമ്പോൾ ഒന്നും കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെങ്കിലും കേട്ടുകൊണ്ട് വിശ്വാസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ 15 വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന സംയുക്ത വാർഷികവും മാലാഖ എന്നുള്ള പ്രോഗ്രാം ഞാനിവിടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. Thank you, Father. അടുത്തതായി സമ്മാനദാനമാണ്. 2024-25 അധ്യയന വർഷത്തിൽ മതബോധന രൂപത പരീക്ഷയിൽ ഏറെ അഭിമാനകരമായ മുന്നേറ്റം നടത്താൻ നമ്മുടെ ഇടവഴി കഴിഞ്ഞു. നമ്മുടെ യൂണിറ്റ് +2 A ക്ലാസ്സിൽ നിന്ന് അൽമ രൂപത ഫസ്റ്റും, +2 B ക്ലാസ്സിൽ നിന്ന് വർഷിക രൂപത സെക്കൻഡും, +1 ക്ലാസ്സിൽ നിന്ന് വർഷിനി ഫെറാന പ്രൈസും നേടുകയുണ്ടായി. ഈ അഭിമാന നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ആദരം അർപ്പിക്കുന്നതിനായി സ്നേഹബഹുമാനമുള്ള മോൺസിഞ്ഞോർ വിൻസെന്റ് കെ പീറ്റർ അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. സമ്മാനം സ്വീകരിക്കുന്നതിനായി കുമാരി അൽമ, കുമാരി വർഷിക, കുമാരി വർഷിനി എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഫെറോന പരീക്ഷയിൽ വർഷിക VP ഫസ്റ്റ് പ്രൈസ്, വൈഷ്ണ തേർഡ് പ്രൈസ്. സമ്മാനം നൽകുന്നതിനായി സഹവികാരി അരുൺ പി ജിത്തജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച ഹർഷ SP, അതുൽ മനോജ് എന്നിവർക്ക് സമ്മാനം കൊടുക്കുന്നതിനായി സ്നേഹബഹുമാനമുള്ള സുരക്ഷിതിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇത്തവണത്തെ SSLC പരീക്ഷയിൽ A+ മുകളിൽ വിജയിച്ച ആദർശ, ജിൻസ് ജോസ് എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നതിനായി സിസ്റ്റർ റീന തോമസിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ നമ്മുടെ കൂടെയുണ്ട്. കുറച്ചധികം പേർ ലിസ്റ്റ് കൈമാറി തന്നിട്ടുണ്ട്, കുറച്ച് പേർ ഇനി തരാനുണ്ട്. ഇവിടെ ആയിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് വന്ന് സമ്മാനം വാങ്ങേണ്ടതാണ്. മുഴുവൻ A+ വാങ്ങിച്ച ആകർഷ് പി കുമാർ, അൽമ 4 A+, 2 A, ജോസ്ന 4 A+, 2 A, അശ്വിൻ രാജ് 4 A+, 2 A, വർഷിനി. ഇവർക്ക് സമ്മാനം കൊടുക്കുന്നതിനായി ഇടവക വികാരി മോൺസിഞ്ഞോർ വിൻസെന്റ് കെ പീറ്റർസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ ഇരിക്കുന്ന +2 വിജയിച്ച കുട്ടികൾ വേദിയിലേക്ക് വരിക. ഇത്തവണ നടന്ന ലോഗോസ് ക്വിസ് പരീക്ഷയിൽ ഫെറോന പ്രൈസ് അർഹമായ വർഷിനി എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നതിനായി സ്നേഹബഹുമാനമുള്ള സുരേഷ് ബാബു അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുക എന്ന ലക്ഷ്യവുമായി നമ്മുടെ മതബോധന സമിതി നടത്തുന്ന ഒന്നാണ് ലഘു നിക്ഷേപ പദ്ധതി. ഇതിൽ ഏറ്റവും കൂടുതൽ തുക നിക്ഷേപിച്ച ഹർഷ SP വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നതിനായി സിസ്റ്റർ റീന തോമസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ഇടവകയിലെ മതബോധന പരീക്ഷ, ഹാജർ തുടങ്ങിയവയ്ക്കുള്ള സമ്മാനമാണ്. ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞുകുട്ടികൾ നിങ്ങളുടെ കൂടെ ആയിരിപ്പുണ്ട്, അവരെ വേഗം പറഞ്ഞു വിടുക. സമ്മാനം നൽകുന്നതിനായി സ്നേഹബഹുമാനമുള്ള സുരേഷ് ബാബു അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. LKG നിയാൻ T ബരൻ, പരീക്ഷ ഫസ്റ്റ്. ഡോണ മേരി സെക്കൻഡ്, ജോയൽ ഹാജർ ഫസ്റ്റ്. ജോയൽ ഹാജർ ഫസ്റ്റ്. പ്രോത്സാഹന സമ്മാനം ഹന്ന മരിയ സുരേഷ്, ആൻസ് എസ് പോൾ, എഡ്വിൻ മനു, റോഹൻ എസ് ദേബു, ആൻ മരിയ, എൽവിൻ എൽ അൽഫോൺസ്, ജൈസിക ജെ ജോർജ്, ജുവാന മരിയ, ഇവാനിയ മോഹൻ, ഹന്ന മരിയ RS, എൽന എൽ അൽഫോൺസ്, ആദം പ്രവീൺ, ഏദൻ എസ് ലിബിൻ തേജസ്, ഏദൻ എസ് ലിബിൻ തേജസ്, ആൽവിൻ റോയ്, അക്ഷിത് ജ്യോതി. UKG ഐറിൻ, പരീക്ഷ ഫസ്റ്റ്, ഹാജർ ഫസ്റ്റ്. അവിടെ വഴി ഒതുക്കി കൊടുക്കണം. പരീക്ഷ സെക്കൻഡ്, എലൈന. അബിയ ഹാജർ പ്രോത്സാഹനം, എലൈന സെക്കൻഡ്. അബിയ ഹാജർ ഫസ്റ്റ്, പ്രോത്സാഹനം.
കൊടുത്തു. പരീക്ഷ സെക്കൻഡ്. പ്രോത്സാഹന സമ്മാനം ആരവ്, ആലിയ, ഏഞ്ചൽ, അഷ്മിക, ഹന്ന ജോൺ, ആഷിക, ഡാരോൺ, അനശ്വര. ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. പരീക്ഷ ഫസ്റ്റ് 3 പേർക്കുണ്ട്. പ്രിൻഡോ അജി, അഫിൻ ബി എസ്, അന്ന ജോൺ. പരീക്ഷ ഫസ്റ്റ് 3 പേർക്കാണ്. പ്രിൻഡോ അജി, അഫിൻ ബി എസ്, അന്ന ജോൺ. പരീക്ഷ സെക്കൻഡ് അഫിൻ ബി ആർ, ജാനറ്റ്, ലഡ്വിൻ. അഫിൻ ബി ആർ, ജാനറ്റ്, അഫിൻ ബി ആർ ഹാജറിനോട് ഉപയോഗിക്കുന്നുണ്ട്. ജാനറ്റ്, ലഡ്വിൻ. ഹാജർ റാഫേൽ, ഫസ്റ്റ് പ്രൈസ്. ഒന്നാം ക്ലാസ് പ്രോത്സാഹനം അഡ്വിൻ രാജ്, ആബേൽ, ആൻജൻ എസ് പാലസ്, അനുഗ്രഹ, അനുഷ്ക, റയാൻ ഇഗ്നേഷ്യസ്, ഇവാൻ മോഹൻ, റിയോന, റയാൻ ജോഷ്വ. രണ്ടാം ക്ലാസ് പരീക്ഷ ഫസ്റ്റ് 4 പേർക്കാണുള്ളത്. അക്ഷര ജ്യോതി, അഫിരവ് മിനു, അൽത്താര ഷാജി, ആൻ മരിയ. അക്ഷര ജ്യോതി, അഫിരവ് ബിനു, അൽത്താര ഷാജി, ആൻ മരിയ. പരീക്ഷ സെക്കൻഡ് അതിൽ സുരേഷ്. ഹാജർ സോന. പ്രോത്സാഹനം റിനോ ആർ ജെ, ജുവാൻ ജോഷി, ആരോൺ പ്രവീൺ, അമിത് ജെവി. റിനോ ആർ ജെ, ജുവാൻ ജോഷി, ആരോൺ പ്രവീൺ, അമിത് ജെവി. മൂന്നാം ക്ലാസ് പരീക്ഷ ഫസ്റ്റ് അലീഷ. പരീക്ഷ സെക്കൻഡ് അനൂജ്. പരീക്ഷ സെക്കൻഡ് അനൂജ്. ഹാജർ 3 പേർക്ക് സമ്മാനമുണ്ട്. ആഷിൻ, അദീന, റാഫേൽ. ആഷിൻ, അദീന, റാഫേൽ. റാഫേൽ. നാലാം സ്റ്റാൻഡേർഡ് അക്ഷര. പരീക്ഷ ഫസ്റ്റ് ഹാജർ ഫസ്റ്റ്. അക്ഷര പരീക്ഷ ഫസ്റ്റ് ഹാജർ ഫസ്റ്റ്. അതിൽ മനോജ് പരീക്ഷ സെക്കൻഡ് ഹാജർ ഫസ്റ്റ്. അതിൽ മനോജ് പരീക്ഷ സെക്കൻഡ്. ഹാജർ അഭയ്ദേവ് ഫസ്റ്റ്. ഹാജർ അഭയ്ദേവ് ഫസ്റ്റ്.
5ാം ക്ലാസ് ദിദിയ ജോസ് പരീക്ഷ ഫസ്റ്റ്. സനുഷ പരീക്ഷ സെക്കൻഡ് ഹാജർ ഫസ്റ്റ്. സനുഷ, ഹാജർ ജൂഡി ഷാജി അനശ്വര അനഘ. ഹാജർ ജൂഡി ഷാജി അനശ്വര അനഘ. 6ാം ക്ലാസ് റോഷൻ പരീക്ഷ ഫസ്റ്റ് ഹാജർ ഫസ്റ്റ്. അനാമിക JS പരീക്ഷ സെക്കൻഡ്. 7ാം ക്ലാസ് ഹർഷ SP പരീക്ഷ ഫസ്റ്റ്. അനുഗ്രഹ പരീക്ഷ സെക്കൻഡ്. അതുൽ A ഹാജർ ഫസ്റ്റ്. അതുൽ A ഹാജർ ഫസ്റ്റ്. 8ാം ക്ലാസ് സൈനോര പരീക്ഷ ഫസ്റ്റ്. റിയ പരീക്ഷ സെക്കൻഡ് ഹാജർ ഫസ്റ്റ്. 9ാം ക്ലാസ് ദിയ ആൻഡ് ബിബിൻ പരീക്ഷ ഫസ്റ്റ്. ജിസ്ന പരീക്ഷ സെക്കൻഡ്. അശ്വിൻ S ഹാജർ ഫസ്റ്റ്. അശ്വിൻ S ഹാജർ ഫസ്റ്റ്. 10ാം ക്ലാസ് സ്നേഹ പരീക്ഷ ഫസ്റ്റ്. സനുഷ സെക്കൻഡ്. സ്നേഹ ഫസ്റ്റ്, സനുഷ സെക്കൻഡ്. ഹാജറിന്റെ ക്ലാസ്സിൽ നിന്നും 6 പേര് ഉണ്ട്. ആരോൺ TR, ബൈഷാഖ്, അക്ഷയ് VS, മേബി, ജിൻസ് ജോസ്, അഭിനവ് രാജ്. ആരോൺ TR, ബൈഷാഖ്, അക്ഷയ് VS, മേബി, ജിൻസ് ജോസ്, അഭിനവ് രാജ്. +1 വർഷിനി പരീക്ഷ ഫസ്റ്റ്. വർഷിനി പരീക്ഷ ഫസ്റ്റ്. ജോസ്മ പരീക്ഷ സെക്കൻഡ് ഹാജർ ഫസ്റ്റ്. ജോസ്മ പരീക്ഷ സെക്കൻഡ് ഹാജർ ഫസ്റ്റ്. +2 A ക്ലാസ് അൽമ പരീക്ഷ ഫസ്റ്റ്. അൽമ പരീക്ഷ ഫസ്റ്റ്. ജോസ്ന BL പരീക്ഷ സെക്കൻഡ് ഹാജർ ഫസ്റ്റ്. ശീതൾ പരീക്ഷ സെക്കൻഡ്. ഫെബിൻ ഫ്രാൻസിസ് ഹാജർ ഫസ്റ്റ്. +2 B വർഷിക പരീക്ഷ ഫസ്റ്റ് ഹാജർ ഫസ്റ്റ്. വർഷിക പരീക്ഷ ഫസ്റ്റ് ഹാജർ ഫസ്റ്റ്. ധനുജ പരീക്ഷ സെക്കൻഡ് ഹാജർ ഫസ്റ്റ്. ധനുജ. DC ഫസ്റ്റ്. റോഷ്ന റോബർട്ട് പരീക്ഷ ഫസ്റ്റ്. സ്നേഹ മോൾ പരീക്ഷ സെക്കൻഡ്. സ്നേഹ മോൾ പരീക്ഷ സെക്കൻഡ്. DC സെക്കൻഡ്. ആത്മജ പരീക്ഷ ഫസ്റ്റ് ഹാജർ ഫസ്റ്റ്. ആത്മജ
പത്മജ പരീക്ഷ ഫസ്റ്റ്, ഹാജർ ഫസ്റ്റ്. പവിത്ര പരീക്ഷ സെക്കൻഡ്. DC third. Ansi Vincent Parisha first, Hajar first. Aramal Parisha second. PG Arya Surendran Parisha first. PG Arya Surendran Parisha first. Parents class Ansi Augustine Parisha first. Ansi Augustine Parisha first. Jinsi Parisha second. Jinsi Parisha second. TCC യൂണിറ്റ് പ്രവർത്തനങ്ങളിൽ നിന്ന് നേരത്തെ ലിസ്റ്റ് കൊടുക്കാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ പ്രകാരം ലിസ്റ്റ് കൊടുത്ത് സമ്മാനത്തിന് അർഹരായവരുടെ പേരാണ് വായിക്കുന്നത്. അഭിന രാജ് ആറാട്ടുകുഴി. അഭിന രാജ്. സമ്മാനം നൽകുന്നതിനായി അരുണച്ചനെ ക്ഷണിച്ചോളൂ. തിരുക്കുടുംബ യൂണിറ്റിൽ നിന്ന് ആൻമരിയ, ജോയൽ, ജെനിഫർ, സോന. തിരുക്കുടുംബ യൂണിറ്റിൽ നിന്ന് ആൻമരിയ, ജോയൽ, ജെനിഫർ, സോന. ഹോളി ക്രോസ് യൂണിറ്റിൽ നിന്ന് ജിൻസ് ജോസ്, അർച്ചന, ജോസ്മ, ആരുഫ് എസ് രാജേഷ്, ദിദിയ ജോസ്. ജിൻസ് ജോസ്, അർച്ചന, ജോസ്മ, ആരവ് എസ് രാജേഷ്, ദിദിയ ജോസ്. നിത്യസഹായമാത അധീന അതുൽ. നിത്യസഹായമാത അധീന അതുൽ. അതുൽ അതുൽ. സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് സയനോര. സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് സയനോര. സെന്റ് ജോസഫ് യൂണിറ്റ് ജോസ്ന ബി എൽ, ആര്യൻ, കിരൺ, അക്ഷയ് വി എസ്, അഭയ് വി എസ്, ആർദ്ര, ജൂഡൻ ഷാജി. സെന്റ് ജോസഫ് യൂണിറ്റ് ജോസ്ന, ആര്യൻ, കിരൺ, അക്ഷയ് വി എസ്, അഭയ് വി എസ്, ആർദ്ര, ജൂഡൻ ഷാജി. അമരോത്ഭവ മാത ജാനറ്റ്, അക്ഷര ജ്യോതി, അജ്ന, അക്ഷയ് ജ്യോതി. ജാനറ്റ്, അക്ഷര ജ്യോതി, അജ്ന, അക്ഷയ് ജ്യോതി. അടുത്തതായി മതബോധന അധ്യാപകർക്കുള്ള സമ്മാനമാണ് നൽകുന്നത്. സമ്മാനം നൽകുന്നതിനായി സ്നേഹബഹുമാനമുള്ള ഇടവ വികാരി മോൺസ് ജോൺ വിൻസെന്റ് അച്ഛനെ ക്ഷണിച്ചു കൊള്ളുന്നു. പേര് വിളിക്കുന്ന അധ്യാപകർ പെട്ടെന്ന് തന്നെ ഒന്ന് വാങ്ങാം. നിർമ്മല മേരി ടീച്ചർ, സാന്ദ്ര, മേരിക്കുട്ടി, അഭിയ, ആനി, ബിനു റാണി, ബിന്ദു എ എസ്, അനീഷ്, സുമ, ആതിര, സിജിൻ ഫെലക്സ്, ലേഖ, നിത്യ, സിസ്റ്റർ റീന തോമസ്, ബെനഡിക്റ്റ്, കല, സജികുമാർ, ആൽഫ്രഡ്,
ബിന്ദു സി, സനിത, സബിൻ, ജിനു ജെറ്റി, അഗസ്റ്റിൻ രാജ്, ബിൻസി, സൂര്യ സുരേന്ദ്രൻ, സ്നേഹ, ഡാണി ലോറൻസ്, റോബിൻ, ബിഫിൻ ഫ്രാൻസിസ്, ലതിക. വിൻസെന്റ് രചന സമ്മാനം നൽകുന്നതിനായി അരുണജനെ ക്ഷണിച്ചുകൊള്ളുന്നു. അരുണജന സമ്മാനം നൽകുന്നതിനായി സുരേഷ് ബാബു അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. നേരത്തെ യൂണിറ്റ് ബേസിലുള്ള സമ്മാനത്തിൽ ഒരു പീസീസ് വിട്ടുപോയി. അതിലുള്ളതാണ് ദിയ, ജോഷി, ആൻജോ, റോഷ്ന, ആദർശ്. വേളാങ്കണ്ണി മാതാ യൂണിറ്റിൽ നിന്നാണ് ദിയ, ജോഷി, ആൻജോ, റോഷ്ന, ആദർശ്. സമ്മാനം നൽകുന്നതിനായി കൊച്ചച്ഛനെ ക്ഷണിച്ചോളൂ. സമ്മാനദാനം കഴിഞ്ഞിരിക്കുകയാണ്. സമ്മാനദാനം നിർവഹിച്ച എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നന്ദി അർപ്പിക്കുന്നു. നന്ദി അർപ്പിക്കുന്നതിനായി അസിസ്റ്റന്റ് HM ലേഖ ബിബി ടീച്ചറിന്റെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഉടൻ തന്നെ വേദിയിൽ കുട്ടികളുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നതാണ്. റെഡിയായിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളും ഹാളിനുള്ളിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. സ്നേഹ ബഹുമാനമുള്ള അധ്യക്ഷൻ റവറൻഡ് ഫാദർ സുരേഷ് ബാബു, ഈ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ ഇടവക വികാരി മോൺസിഞ്ഞോർ വിൻസെന്റ് കെ പീറ്റർ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ, നമ്മളെപ്പോഴും നന്ദി പറയുക എന്നൊരു കടമ. നമ്മൾ നന്ദി സ്വീകരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ പറയാൻ ആർക്കും താല്പര്യമില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നന്ദി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ ആകെ ബഹളമയമായ. എന്നാലും 2 മിനിറ്റിൽ ഞാൻ പറഞ്ഞു ഒതുക്കാം. ഒരിക്കല് കേശു എന്നൊരു കർഷകൻ ഒരു നിലം വാങ്ങി. നിലം നന്നായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി ഒരു കിണർ കുഴിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ ആ കിണർ ഒരു വിദഗ്ധന്റെ സഹായത്തോടുകൂടെ കിണർ കുഴിക്കാനുള്ള സ്ഥലം കണ്ടെത്തി. കേശു 15 അടി കുഴിച്ചു, വെള്ളം കിട്ടിയില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു വഴിപോക്കൻ പറഞ്ഞു, ഇതാ ഇപ്പുറത്ത് കുഴിച്ചു നോക്ക്, വെള്ളം കിട്ടുന്നു. കേശു അപ്പുറത്ത് കുഴിച്ചു 20 അടി, പക്ഷേ വെള്ളം കിട്ടിയില്ല. അതിലും വിഷമിച്ചിട്ട് കേശു മറ്റൊരു സ്ഥലത്ത് മറ്റൊരാളുടെ അഭിപ്രായ പ്രകാരം കിണർ കുത്തി 30 അടി. അപ്പം 30ഉം 20ഉം 15ഉം താഴ്ത്തിയിട്ടും കേശുവിന് വെള്ളം കിട്ടിയില്ല. കേശുവിന് ആകെ വിഷമമായി ഭാര്യയോട് ഈ കാര്യം പറഞ്ഞു. ഭാര്യ പറഞ്ഞു, നിങ്ങൾ വിഡ്ഢിയായ മനുഷ്യൻ തന്നെ,
ആദ്യം കുഴിച്ചെടുത്ത് തന്നെ വീണ്ടും കുഴിച്ചെങ്കിൽ ഇപ്പോൾ എന്തോരം വെള്ളം കിട്ടുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ്. നമ്മുടെ മതബോധനത്തില് നമ്മൾ ആദ്യം 250-300 കുട്ടികളെ രജിസ്റ്റർ ചെയ്യും. ഓണപരീക്ഷയോടുകൂടി 200 നിന്ന് വീണ്ടും താഴേക്ക് വരും. അവസാനമാകുമ്പോൾ ഈ ശൂന്യമായ കിണർ പോലെ ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. നമ്മൾ ത്രിത്വൈക ദൈവത്തിൽ നമ്മുടെ വിശ്വാസം അർപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല കിണർ കുഴിച്ച് നമ്മുടെ വിശ്വാസത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും. അതിനായി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ആദ്യമായി നന്ദി അർപ്പിക്കേണ്ടത് നമുക്കിന്ന് അധ്യക്ഷ പീഠം അലങ്കരിച്ച റവറൻഡ് ഫാദർ സുരേഷ് ബാബു, മതബോധനത്തിന്റെ എക്സിക്യൂട്ടീവ് ആനിമേറ്ററായ അച്ഛൻ. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ അതിലെ ശാഖകളുമാണെന്ന് നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുവാൻ നമ്മോട് ആഹ്വാനം ചെയ്തു. അപ്പൊ ക്രിസ്തു സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണമെന്നും ദൈവസങ്കല്പത്തിലാണ് ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്നും നമ്മെ ഓർമ്മിപ്പിച്ച അച്ഛന് ഏറ്റവും ബഹുമാനത്തോടെ നമ്മുടെ മതബോധനത്തിന്റെ പേരിൽ ഉള്ള നന്ദി അറിയിക്കുന്നു. രണ്ടാമതായി നന്ദി അർപ്പിക്കേണ്ടത് നമ്മുടെ ഇടവക വികാരി റവറൻഡ് മോൺസിഞ്ഞോർ വിൻസെന്റ് കെ പീറ്റർ അച്ഛനാണ്. അച്ഛൻ്റെ ശ്രേഷ്ഠതകളൊക്കെ നമ്മൾ സ്വാഗതത്തിലും ആങ്കറിങ്ങിലും ഒക്കെ കേട്ടതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന ബൈബിൾ വാക്യത്തിൽ ഊന്നിക്കൊണ്ട് നമ്മൾ പ്രയത്നിക്കാതെ നമുക്കൊന്നും നേടാനാവില്ല എന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിച്ചു. ഹൃദയത്തിലാണ് ദൈവീകത ഉള്ളതെന്ന് നമ്മുടെ പീറ്റർ ചാക്കിലൂടെയും തവളയുടെയും കഥയിലൂടെ അച്ഛൻ ഓർമ്മിപ്പിക്കുകയും ദൈവത്തിന്റെ കീർത്തനം പാടി നാം ജീവിക്കണം എന്നുള്ള ഉദ്ബോധനം നമുക്ക് തരികയും ചെയ്തു. സ്നേഹ ബഹുമാനമുള്ള അച്ഛ, അങ്ങേക്ക് ഞങ്ങളുടെ ഈ മതബോധന വാർഷികത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത നന്ദി അർപ്പിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർ റീന തോമസിനാണ്. നമുക്ക് നേടിയെടുക്കാവുന്നത് മറ്റുള്ളവരുടെ സഹായത്തോടെ ആയാൽ വിജയം കണ്ടെത്താമെന്ന കഥയിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ച സിസ്റ്റർക്ക് നന്ദി അർപ്പിക്കുന്നു. ഇനി നന്ദി അർപ്പിക്കേണ്ടത് നമ്മുടെ കൊച്ചച്ഛനാണ്, അരുണച്ചൻ. സുവിശേഷ പ്രഘോഷണത്തിന് ദൈവം തരുന്ന അവസരങ്ങളാണ് നമ്മുടെ ഓരോ ശുശ്രൂഷ മേഖലകളുമെന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിച്ചു. വിശ്വാസ പരിശീലനത്തിന് കുടുംബത്തിന്റെ പ്രാധാന്യവും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന അച്ഛ, വചനബോധനത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇനി നന്ദി അർപ്പിക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ജയന്തി ടീച്ചറിനാണ്. ടീച്ചറിന്റെ ആശംസകൾ കഴിഞ്ഞ് ടീച്ചർ കടന്നുപോയി. എന്നാലും നാം 1-ാം സ്ഥാനം മതബോധനത്തിന് കൊടുക്കുന്നതിന്റെ പ്രാധാന്യവും ബൈബിൾ വായനയുടെ പ്രാധാന്യവും നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തന്നിട്ട് കടന്നുപോയ ജയന്തി ടീച്ചറിന് നമ്മുടെ മതബോധനത്തിന്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. ഇനി ഇവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച കുമാരി അയന, ശ്രീമതി ജിബി, റിപ്പോർട്ടുകൾ അവതരിപ്പിച്ച ജെനിഫർ, റോഷൻ, ശ്രീമതി ബിന്ദു, ശ്രീമതി ബിനു റാണി, ശ്രീമതി സജിത എന്നിവർക്കും കലാപരിപാടികൾ അവതരിപ്പിച്ച കുട്ടികൾക്കും ഇനി അവതരിപ്പിക്കാനായി കാത്തു നിൽക്കുന്നവർക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. പിന്നെയും നമ്മുടെ ഹെഡ് മാസ്റ്റർ ജിനു സാർ, നിങ്ങൾക്കറിയാം ഏത് കാര്യത്തിനും പുഞ്ചിരിയോടുകൂടി നമ്മുടെ ഇടയിലൂടെ ഓടി നടന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജിനു സാറിന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ അധ്യാപകര് ഇതിനുവേണ്ടി 1 വർഷത്തോളം നമ്മുടെ മതബോധനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ, ഈ വാർഷികവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ, വാർഷികത്തിൻ്റെ കലാപരിപാടികൾക്ക് മുൻതൂക്കം നൽകി നമ്മുടെ ഇടയിലൂടെ പ്രവർത്തിച്ച ടീച്ചർ സാന്ദ്ര, അഭിയ, ആര്യ സുരേന്ദ്രൻ, അൽമ, ഇവരെയൊക്കെ പൂർണ്ണമായും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. പൊതുസമ്മേളനം അവസാനിച്ചിരിക്കുന്നു.